മാർത്തോമ പൗരോസ്തികൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ഫിലായി സെന്റ് തോമസ് മിഷനും പാതാമുട്ടം സ്തേഫാനോസ് മാർ ദേവോദോസിയോസ് മെമ്മോറിയൽ മിഷൻ സെന്ററിനുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിശുദ്ധപിതാവിന്റെ സ്വർഗീയ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയും ആയിരിക്കട്ടെ. അവതാരകൻ റവറൻ സി ജോൺ ചെറുതലാട്ട് കോർപ്പിസ്കോപ്പ, അനുവാദകൻ ശ്രീ പോൾ വർഗീസ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലത്തെയുമായ അഭിവന്യ ഡോക്ടർ യുഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലത്തെയാണ്. അഭിവന്യ തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരം. നമ്മുടെ മുഖ്യാതിഥി മാർത്തോമാ സഭയുടെ പ്രധാന നേതൃത്വനായിരിക്കുന്ന ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെട്രോപൊളിറ്റൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ഡോക്ടർ ജോസഫ് മാർ ദീവനാസിസ് തിരുമേനി, ഒന്നിനായ ജോൺ ചെറുത്തലാട്ട് കോർപ്പിസ്കോപ്പ, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോളച്ചൻ തുടങ്ങിയ വൈദികരെ, പ്രിയപ്പെട്ട ഷാജി എബ്രഹാം, ഡോക്ടർ ജേക്കബ് മണ്ണമ്മൂട്, ശ്രീ പോൾ വർഗീസ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വൈദികരെ, ഷമ്മാശന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അഭിവന്യ ജോസഫ് മാർ ദീവനാസിസ് തിരുമേനി ബലഹീനായനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 3 in 1 പ്രോഗ്രാം എന്നാണ്. 3 in 1 പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നു. 3 കാര്യങ്ങൾ ഒരുമിച്ച് ഇവിടെ ചെയ്യുകയാണ്. 3 കാര്യങ്ങളിൽ ഒരു കാര്യം നമുക്കേവർക്കും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയവും, മറ്റു 2 കാര്യങ്ങൾ സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ തൊട്ടുമുകളിൽ തന്നെ ദേവാലയത്തിൽ ഉണ്ട്. ഈ ദേശത്തിന് അതിൻ്റേതായ ഒരു നിറവും പുണ്യവും ഉണ്ട് എന്നുള്ളത് 2 തലങ്ങളിൽ മലങ്കര സഭയ്ക്കും ദേശത്തിനും യശസ് പകർന്ന 2 പിതാക്കന്മാരാണ്. മലങ്കര സഭ ഇന്ന് കാണുന്നതായ പല സംഭവങ്ങളുടെയും തുടക്ക കാലഘട്ടം പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയം ബാവാതിരുമേനിയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവിനോടൊപ്പം സഭയെ നയിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരാളാണ് പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാച്ചൻ. നാം ഇന്ന് പറയുന്ന ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്പർശം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സ്പർശം മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അഭിവന്ദ്യനായ ഡോക്ടർ സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി. ദീവന്നാസിയോസ് തിരുമേനിയുടെ മുൻഗാമി എന്ന് പറയുമ്പോഴും 2 പേർക്കും 2 ടൈപ്പ് സ്വഭാവമാകുന്നു എന്നാണ് ബലഹീനായ എൻ്റെ പക്ഷം. ദീവന്നാസിയോസ് തിരുമേനി എനിക്ക് ജ്യേഷ്ഠ സഹോദരനാണ്. തേവോദോസിയോസ് തിരുമേനി പിതാവാണ്. വളരെ ശാന്തപ്രകൃതം. എന്നാൽ മലങ്കര സഭയ്ക്ക് കേരളത്തിന് പുറത്ത് ജീവനുണ്ട് എന്ന് ശരിയായി കാണിച്ചു തന്ന ഒരു വലിയ പിതാവാണ് ഭാഗ്യസ്മരണനായ തേവോദോസിയോസ് തിരുമേനി.
സഭ എന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും സഭയുണ്ട് എന്ന് ശരിയായി വിളിച്ചോതിയ ഗ്രാമത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേര് കേട്ട ഒരു പുണ്യപിതാവിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഒരു കേന്ദ്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ വച്ച് ഈ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അതിൽ ആ പുണ്യപിതാവ് ഒരുപാട് സന്തോഷിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ബലഹീനായ എൻ്റെ പക്ഷം. ബഹുമാനപ്പെട്ട ജോർജ് മാത്യു റമ്പാശൻ സ്വാഗത പ്രസംഗത്തിൽ ഓർപ്പിക്കുകയുണ്ടായി, ഔട്ട്സൈഡ് കേരളയിൽ പള്ളികളെല്ലാം പെതുക്കെ അടച്ചുകൊണ്ട് ഇരിക്കുകയാകുന്നു എന്നൊരു സൂചന നൽകുകയുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം സുറിയാനി ക്രിസ്ത്യാനികൾ ഇവിടെ നിന്ന് പുറത്തുപോയി അവർ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. മക്കൾ മറ്റു പല ദേശങ്ങളിലേക്കൊക്കെ പലായനം ചെയ്തു പോയി എന്നതുകൊണ്ട് തന്നെ ചില പള്ളികളൊക്കെ അടയ്ക്കേണ്ടി വന്നു. എന്നാൽ പള്ളികൾ അടയ്ക്കാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം കൃത്യമായ ക്രമീകരണം ചെയ്ത ഒരു പിതാവാണ് അഭിവന്യ സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനി. അതാണ് ബിലായ് മിഷൻ എന്ന പേരിൽ ഇന്ന് മലങ്കര സഭ മുഴുവനും അറിയപ്പെടുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ കാര്യം. 2 വർഷം മുമ്പ് അഭിവന്യ ദിവനാസോസ് തിരുമേനിയുടെ പ്രത്യേക ക്ഷണം അനുസരിച്ച് അഭിവന്യ തേവോദോസിയോസ് തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുവാനായി ബലഹീന ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ മിഷൻ സെൻ്റർ ഓഫീസൊക്കെ ഒന്ന് കയറി കാണുവാനായിട്ട് ഇടയായി. അതീവ സന്തോഷം തോന്നിയ കാര്യം, നോർത്ത് ഇന്ത്യയിൽ മലങ്കര സഭയ്ക്ക് ജീവനുണ്ട് എന്ന് ശരിയായി തെളിയിച്ചെടുത്ത ഒരു പുണ്യ പിതാവ് തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങളുടെ ഓഫീസാണല്ലോ ഇത് എന്ന ഒരു ചിന്തയാണ് ബലഹീനായ എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ പക്ഷം നമ്മുടെ ആളുകൾ നാട്ടിലോട്ട് വന്നാലും മക്കൾ വേറെ ടൗണിൽ പോയാലും മലങ്കര സഭ ഇങ്ങനെ ചില പുണ്യപിതാക്കന്മാർ മുമ്പേ പോയതായതുകൊണ്ട് കേരളത്തിന് പുറത്ത് ഒരിക്കലും നശിക്കുകയില്ല എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ബിലായ് മിഷന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ബലഹീന ഞാൻ ദൈവനാമത്തിൽ നേരുകയാണ് ചെയ്യുന്നത്. നാം ഇന്ന് വിലാപ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. സഭയുടെ അമരക്കാരൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് തീർച്ചയായും രോഗബാധിതനായിരുന്നുവെങ്കിലും കുറച്ച് നാളുകൂടി നമ്മോടൊപ്പം കാണും, നമ്മെ നയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നാം പോകുമ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ട് തിരിഞ്ഞ് പോയത്. സഭയ്ക്ക് മുഴുവനും അത് വളരെ ദുഃഖം നൽകി. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ശാരീരിക അസുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ജീവിതത്തിൻ്റെ അവസാനമായ ഒരു പിതാവാണ് പരിശുദ്ധ ബസേലിയോസ് പൗലോസ്. വേറെ ഉണ്ടോ എന്ന് തിരുമേനിയുടെ അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകും. കാണിക്കുന്ന കാർക്കശക്തിയും അതുപോലെ തന്നെ തൻ്റെ ചികിത്സാ കാര്യങ്ങളിൽ വേറെ ആരും തീരുമാനമെടുക്കേണ്ട, ഞാനാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നതായ പ്രകൃതവും മരണത്തോട് മല്ലിട്ട് ജീവിക്കുന്ന രീതി ഒക്കെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഒരുപാട് വേദന സഹിച്ചു. സഭാഭരണത്തിലായിരുന്നപ്പോൾ തീർച്ചയായും ഒരുപാട് മാനസിക വേദനകൾ പരിശുദ്ധ പിതാവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ അറിയാം. 2017 ജൂലൈ മാസം 3-ാം തീയതി ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഒരു വിധിന്യായം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് അനുഗ്രഹപ്രദമായി നടപ്പിലാക്കി സഭയെ വ്യവഹാരരഹിത സഭയാക്കി മാറ്റണം. അടുത്ത തലമുറയുടെ കാലത്ത് ഇനി ഈ സഭയിൽ ഒരു വഴക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച പിതാവിൻ്റെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്തതായ ആളുകൾ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് കല്ലേറ് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആക്ഷരികമായി കല്ലുകളുണ്ട്, അറിഞ്ഞില്ല എങ്കിലും പരിഹാസങ്ങളും പഴികളും ദുഷികളും കൊണ്ട് ധാരാളം എറിഞ്ഞ് സഹനം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ഭാഗമായപ്പോൾ ശാരീരിക ക്ലേശത്തിൻ്റെ സഹനവും ആയിരിക്കുന്നതായ അസുഖത്തിൻ്റെ കഠിനമായ വേദനകളുള്ളപ്പോഴും ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുവാനായിട്ട് പരിശുദ്ധ പിതാവ് ശ്രദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ പോലും എനിക്ക് വേദനയുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ശബ്ദം ആ പിതാവിൽ നിന്ന് കേട്ടിട്ടില്ല. മരണസമയത്ത് പോലും പുഞ്ചിരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ബിജുവിന്
ബലഹീന എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നതാണ്. മരണസമയത്ത് പോലും വളരെ സൗമ്യമായി മുഖത്തേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഒരു പിതാവിനെയാണ് നാം ഇപ്പോൾ ഇവിടെ സ്മരിക്കുന്നത്, പരിശുദ്ധ ബാവ തിരുമേനി. ലാളിത്യവും എന്നാൽ നിലപാടുകളിൽ കാർക്കശ്യത്വവും സുതാര്യതയും നിലനിർത്തി ജീവിതത്തെ നയിച്ച് സഭാമക്കളെ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് നയിച്ചു കൊണ്ടുപോയ ഒരു പിതാവാണ്. ബലഹീന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആ പിതാവ് ഭൂമിയിലിരുന്ന് നയിച്ചുവെങ്കിൽ സ്വർഗത്തിൽ വിശുദ്ധരോട് ചേർന്ന് നമ്മെ നയിക്കും എന്നതാണ്. പിതാവിൻ്റെ നിലപാടുകൾ സുതാര്യമായി നടപ്പിലായി. പരിശുദ്ധ സഭ ഒരു വ്യവഹാരരഹിത സഭയായി, ഏകസഭയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളും സ്നേഹ പുഷ്പങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് അഭിമന്യ ജോസഫ് ദീവന്നാസ്യോസ് തിരുമേനിയും ബലഹീന ഞാനുമൊക്കെ ആ പരിശുദ്ധ പിതാവിൻ്റെ മക്കളുടെ ഗണത്തിൽപ്പെട്ടവരാകുന്നു. സഹോദര മെത്രാപ്പോലിത്തന്മാരെന്ന് അദ്ദേഹം ഞങ്ങളെ വിളിക്കുമെങ്കിലും ഞങ്ങൾ മക്കൾ ഗണത്തിൽപ്പെട്ടവരാകുന്നു എന്നാണ് ഞങ്ങളുടെ പക്ഷം. മക്കളെന്ന നിലയ്ക്കുള്ളതായ എല്ലാ അശ്രുപൂജയും പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ആ മധ്യസ്ഥത ബലഹീനരായ ഞങ്ങളോടും നിങ്ങളോടും ഒപ്പം കാണുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അഭിമന്യ ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനിയുടെ പുതിയ ബുക്ക് ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് ഇവിടെ റിലീസ് ചെയ്യുന്നു. എൻ്റെ സതീർത്ഥ്യനായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കുരുളാശൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ബുക്ക് ഞാൻ വായിച്ചില്ല. തിരുമേനി എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് മെത്രാന്മാരായവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം 6-7 മാസക്കാലം ജീവിച്ചവരുമാണ്. എന്ന് പറഞ്ഞാൽ മെത്രാനാകുന്നതിന് മുമ്പുള്ളതായ മെത്രാൻ പഠനത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും പണ്ഡിതനായ ഒരു ആള് ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനി ഞങ്ങളുടെ 7 പേരിടയിൽ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. പുസ്തകങ്ങളോട് കൂടുതൽ താല്പര്യം. ആരെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ ആ പ്രസംഗിക്കുന്നത് മുഴുവനും തിരുമേനിയുടെ കുറിപ്പിനകത്ത് കണ്ടിരിക്കും, ഡയറിയിൽ കണ്ടിരിക്കും. എപ്പിസ്കോപ്പൽ സുന്നോസിൽ ധ്യാനം നയിക്കുമ്പോൾ വളരെ ഭംഗിയായി അടുക്കോടും ചുറ്റിയോടും കൂടി പോയിന്റ്സുകൾ കൃത്യമായി പറഞ്ഞു തന്ന് ഒരു ഗുരുവിൻ്റെ രീതിയിൽ നല്ലതുപോലെ പഠിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സുവോളജിയാണ്. ഇപ്പോൾ താല്പര്യമുള്ള വിഷയം എക്കോളജിയാണ്. ഇപ്പം നമുക്ക് മുമ്പാകെ നൽകിയിരിക്കുന്ന വിഷയം മിഷനാണ്. അതാണ് ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനി. എല്ലാ തലങ്ങളിലും പോകാൻ കഴിയുന്ന, എല്ലാ തലങ്ങളെയും പാണ്ഡിത്യ വഴിയിലൂടെ സ്പർശിക്കുവാൻ കഴിയുന്ന നല്ല ഒരു പിതാവാണ് അഭിമന്യ ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനി. ചിലപ്പോഴെങ്കിലും ഞങ്ങളെയൊക്കെ വളരെ സ്നേഹപൂർവ്വം മക്കളെ എന്ന് വിളിക്കാറുമുണ്ട്. അത്ര സ്നേഹമാണ് ഞങ്ങളോടൊക്കെ. വളരെ സിമ്പിളായ മനസ്സോടുകൂടിയാണ് തിരുമേനി ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുജനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്ക് റിലീസിങ് സെറമണിയിൽ പങ്കെടുക്കുക എന്നത് അത്യഭിമാനമാണ്. അഭിമന്യ തിരുമേനി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ സ്തേഫാനോസ് മാർ തേവോദോസസ് തിരുമേനിയുടെ നല്ല ഒരു പിൻഗാമിയായി കൽക്കട്ട മെത്രാസനത്തെ അതുവഴി മലങ്കര സഭയും സുഹൃതപാതയിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അഭിമന്യ ജോസഫ് മാർ ദീവന്നാസ്യോസ് തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ എന്ന നിലയ്ക്ക് ബലഹീന ഞാൻ നേരുന്നു. ബിലായ് മിഷൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ മെമ്മോറിയൽ മെഡിക്കൽ എയ്ഡ് ആൻഡ് അതർ ചാരിറ്റി പ്രോജക്ട്സ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കാണുന്നതും സന്തോഷം. പരിശുദ്ധ ബാവാ തിരുമേനി ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അത് ആരോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അഥവാ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അത് ആരോടും പറയാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയെക്കുറിച്ചൊക്കെ
കൂടുതൽ കൂടുതൽ അതായത് അത് വാങ്ങിയ ആളുകൾ, സ്വീകരിച്ച ആളുകൾ പുറത്ത് പറയാൻ തുടങ്ങിയപ്പോഴാണ്. തിരുമേനിയുടെ ഒരു പ്രത്യേക പോളിസി ആയിരുന്നു ചാരിറ്റി ഷുഡ് ബി വിത്ത് പ്യൂരിറ്റി എന്നുള്ളത്. ചാരിറ്റി വിത്തൗട്ട് പ്യൂരിറ്റി എന്ന് പറയുന്നത് അപകടകരമാകുന്നു എന്നൊരു ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ചാരിറ്റി കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്ത് ലോകരെ അറിയിക്കുന്ന രീതി ശരിയല്ല എന്ന്, ചില സമയങ്ങളിൽ അത് ചെയ്യേണ്ടി വരുമെങ്കിൽ പോലും അത് ശരിയല്ല എന്ന് വാദിക്കുന്ന ഒരു പിതാവായിരുന്നു പരിശുദ്ധ പൗലോസ് ബാവ തിരുമേനി. അദ്ദേഹം ഒരുപാട് ദീനാനുഗമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന കൈമുത്ത് മുഴുവനും എങ്ങനെ ചെലവഴിക്കാം, അത് ആർക്കാണ് ആവശ്യമുള്ളത്, അത് വൈദിക തലത്തിലായാലും വിശ്വാസ തലത്തിലായാലും സഭയ്ക്ക് പുറത്തുള്ളവർക്കായാലും ധാരാളമായി പകർന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാന കാലഘട്ടത്തിൽ മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പിതാവിൻ്റെ നാമത്തിൽ ബിലായ് മിഷൻ ഒരു നല്ല മെഡിക്കൽ ചാരിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് കാണുന്നത് അനുഗ്രഹകരമാണ്. അതിലുള്ള സംഘാടകരെ, ബിലായ് മിഷൻ്റെ ചുമതലക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് ഇവിടെ വന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയ്ക്ക് ചുമതലയേറ്റിട്ട് മലങ്കര സഭയുടെ വിവിധ പരിപാടികളിൽ സന്ദർശിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു പിതാവാണ് തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. പരിശുദ്ധ കാതോലിക്ക ബാവ കാലം ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുകയും തിരുമേനിയുടെ രോഗവിവരങ്ങൾ തിരക്കുകയും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗശേഷവും മലങ്കര സഭയ്ക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി പ്രത്യേകമായി ശ്രദ്ധയോടുകൂടി പെരുമാറുകയും ചെയ്ത ഒരു പിതാവാണ് തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിൻ്റെ സാന്നിധ്യത്തെ വളരെ സന്തോഷപൂർവ്വം ബലഹീനെ ഞാനിവിടെ കാണുന്നു. പരസ്പരം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ബിലായ് മിഷൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനിയുടെയും അഭിയന്യ സ്തേഫാനോസ് തേവോദോസ് തിരുമേനിയുടെയും ഓർമ്മയും പ്രാർത്ഥനകളും നമ്മോടൊപ്പം ഇരിക്കട്ടെ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീന ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. കൽക്കട്ട ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായും പ്രശസ്ത ധ്യാന ഗുരുവും എഴുത്തുകാരനും ശ്രേഷ്ഠ ഗുരുവുമായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് തിരുമേനി രചിച്ച ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം ഈ മഹത്തായ സമ്മേളനത്തിൽ വെച്ച് നടക്കുകയാണ്. പുസ്തക പരിചയം നിർവഹിക്കുന്നതിനായി റെവറൻഡ് ഫാദർ ഫിലിപ്പ് കുരുവിളയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. I am here to introduce the book. It's called a handbook on mission. But before doing that, I wanted to say what a lovely gathering this is, because the President Mar Dioscoros has gone into mission in his own diocese in Madras, taking up the Andhra mission, but more recently something called Drachma, which is a small group of dedicated lay people and priests who are tracing the roots of mission history in the Orthodox Church. And so they are chasing this up both in little cities and towns of Tamil Nadu and Sri Lanka and other places in India. Tirumeni has been giving the full support for the Drachma. Mar Theodosius, Most Reverend Theodosius Marthoma Metropolitan, I have personal interaction. When I was working with the National Council of Churches, Tirumeni invited me when nobody wanted to touch HIV or AIDS as a topic. Tirumeni invited me to talk to his priests, the priests of his diocese. I understand it might have been Trivandrum. And there, 2 days, the Achans came to know how important it was for clergy to know about HIV and AIDS. When that meeting was over, Tirumeni put me in his car and took me to the Sevika Sangam meeting which Tirumeni was going to. And there, I was able to expound this to the ladies of the Marthoma Church. That was a long time ago. More recently, as the Metropolitan of Mumbai and I think the director of Navjeevan, Tirumeni actually is
is or was part of the Navjeen Society, which took rescued women from the brothels of Kamatipura in Mumbai and put them out, brought them out of the trade. Tirumeni actually worked with the lesbian, gay, transgender, bisexual minorities. Nobody wants to touch these people. But Tirumeni was far-sighted enough, and that's the last time we met when we were in Mumbai. So I think this is a wonderful occasion. My own metropolitan, Mar Dionysius, has taken on a huge mantle, as you have heard. The mantle in which Theodosius Tirumeni's work has to be continued. And Tirumeni himself is doing much of that, especially in the light of the 50th anniversary of the Golden Jubilee of the Bhilai Mission. And just one aspect of that I want to share with you is to make Kurbana in the Hindi language accessible and acceptable to the second and third generation Malayalis outside Kerala, whose thinking language is Hindi. Tirumeni is pushing all these projects. So I just want to say that it's been a wonderful, the stage is perfect for the release of this book. Having said that, I want to just go back to what ISBCK said about the handbook. It says, this handbook navigates through the biblical, historical and contextual basis of mission, which includes topics such as cultural anthropology, religious renaissance in India, contemporary movements, as well as issues in contemporary Christian mission. This is the 300-year-old printing and publications section in Delhi, the ISBCK. I would like to say, I've been asked to introduce the book, but I want to say why I think this is a very important book, a very nice book, and topical for its times. The Malankara Orthodox Church, in spite of being perhaps the oldest church in India, is still perhaps the least known among the Syrian churches. And part of the reason for that is it has a great paucity of material about it in English. So nobody outside those who can read Malayalam know about this church. This book at least addresses the lacuna in the field of mission. Another thing in this book, Tirumeni has not been afraid to tackle topics as diverse as Hindutva, globalization, market economy, and the positive and negative aspects of modern day technology. Tirumeni is a botanist and a biologist, and he gives us a peep into new areas of study. One of them is eco-spirituality in very simple language. Tirumeni also extends the Christian mission beyond the pursuit of justice and peace to include the concept of ecological integrity. And this should give food for thought for many students, modern day students of ethics and theology. Another aspect which I found unusual in this book, and the reader would feel the same, is it gives a rare insight into the monastic or ascetic concept of mission in India. And only somebody like Tirumeni, who has spent so many years in a monastery, this is a veritable treasure trove of information and is the most comprehensive book in the English language that I have read on mission in the Indian Orthodox Church. With this, I end by saying, I suggest all of you try and get a copy of this, if you haven't got one already. Malankara Marthoma Sabhayude Paramaധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മതങ്ങളുടെ താരതമ്യ പഠനത്തിൽ ഹാമിൽട്ടൺ MC മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അഭിവന്യ തിരുമേനി സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ മെത്രാപ്പോലിത്തയായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതിനു ശേഷം 2020 നവംബർ 14 മുതൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായി നേതൃത്വം നൽകി വരുന്നു. അഭിവന്യ തിരുമനസിന്റെ ശ്രേഷ്ഠ സാന്നിധ്യത്തെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഉദ്ഘാടന സന്ദേശത്തിനും പുസ്തക പ്രകാശനത്തിനുമായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനും
എപ്പിസ്കോപ്പൽ സെനറ്റ് സെക്രട്ടറിയുമായിരിക്കുന്ന ഹിസ് ഗ്രേസ് ഡോക്ടർ യോഹാനൻ മാർ ദിയോസ്കോറസ് മെത്രാപ്പോലീത്ത തിരുമേനി, കൽക്കട്ട ഡയസിസിൻ്റെ അധ്യക്ഷനും സെൻറ് തോമസ് മിഷൻ്റെ ഡയറക്ടറുമായി ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് എന്നുള്ള പുസ്തകം രചിച്ചതുമായിട്ടുള്ള ഹിസ് ഗ്രേസ് ജോസഫ് മാർ ഡയനോഷ്യസ് തിരുമേനി, ഈ മീറ്റിംഗിൽ സ്വാഗതം പറഞ്ഞ റവറൻഡ് ഫാദർ ജോർജ് മാത്യു റംബാൻ, ഈ മീറ്റിംഗിൽ ഇൻട്രൊഡക്ടറി അഡ്രസ്സ് നൽകുവാൻ തക്കവണ്ണം വെർച്വൽ മീഡിയയിൽ പ്രത്യക്ഷനായ ഫാദർ ഡോക്ടർ എബ്രഹാം ഉമ്മൻ, കണ്ടോളൻസ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച ഫാദർ സി ജോൺ കോർ എപ്പിസ്കോപ്പ, ഇപ്പോൾ ഈ പുസ്തകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയതായിട്ടുള്ള റവറൻഡ് ഫാദർ ഫിലിപ്പ് കുരുല അച്ഛൻ, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, കുവൈറ്റ് സോൺ മിഷൻ കോർഡിനേറ്റർ ശ്രീ ഷാജി എബ്രഹാം, അഹമ്മദിയിൽ നിന്ന് എത്തിയിരിക്കുന്ന ശ്രീ പോൾ വർഗീസ്, ദയറായ അംഗമായിട്ടുള്ള റവറൻഡ് ഫാദർ കെ വി പോൾ, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, റംബാസന്മാരെ, കോറെപ്പിസ്കോപ്പന്മാരെ, അൽമായ അംഗങ്ങളെ, സഹോദരങ്ങളെ, സഹോദരികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പ്രിയേക ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കട്ടെ. വെർച്വസ് പാത്ത് എന്നുള്ള പേരിൽ ഇന്ന് നാം ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 3 കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടാണ് നാം താല്പര്യപ്പെടുന്നത്. അതിലൊന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് എന്നുള്ള പുസ്തകമാണ്. അത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഫിലിപ്പ് കുരുല അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്കും സ്വാഗതത്തിനും എല്ലാം എൻ്റെ പ്രത്യേകമായുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. അഭിമന്യ ദിയോസ്കോറസ് മെത്രാപ്പോലീത്ത തിരുമേനി പറഞ്ഞ സ്വാഗതത്തിനും നല്ല വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കും എൻ്റെയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെയും നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ച ഡോക്ടർ സ്റ്റെഫാനോസ് മാർ തിയോഡോഷ്യസ് മെമ്മോറിയൽ മിഷൻ സെൻ്ററിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഭാഗ്യസ്മരണീയനായ തിരുമേനിയെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവിടെ ഈ സ്ഥാപനത്തിന് വഴിതെളിച്ചതായിട്ടുള്ള റംബാച്ചൻ MC കുറിയാക്കോസ് റംബാച്ചനെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നു. ബിലായി മിഷൻ ഗോൾഡൻ ജൂബിലി കൊണ്ടാടുന്നതായിട്ടുള്ളൊരു വർഷമാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷങ്ങൾ പിന്നിടുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് എന്നുള്ള പുസ്തകം ഒരു വർഷം കൊണ്ടാണ് നമ്മളുടെ ജോസഫ് മാർ ഡയനേഷ്യസ് മെത്രാപ്പോലീത്ത തിരുമേനി രചിച്ചത് എന്നത് ഇവിടെ പറയുകയുണ്ടായി. തിരുമേനി സുവോളജിയുടെ ഒരു സ്റ്റുഡൻ്റാണ് എന്നതും ഇതിനിടയിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ വന്നിറങ്ങിയ അവസരത്തിൽ തന്നെ ഒരു മരത്തൈ നടുവാൻ തക്കവണ്ണം പ്രത്യേകമായി താല്പര്യപ്പെടുകയും അങ്ങനെ തനിക്ക് ഇക്കോളജിയിലുള്ള തൻ്റെ താല്പര്യത്തെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പ്രകൃതിയുമായി ചേർന്ന് ജീവിപ്പാൻ താല്പര്യപ്പെടുന്നതായിട്ടുള്ള തിരുമേനി രാത്രിയും പകലും വളരെയധികം സമയം ചെലവിട്ടാണ്
നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് രചിച്ചിരിക്കുന്നത്. തിരുമേനി ഒരു അക്കാഡമീഷ്യനാണ്, ഒരു സ്കോളറാണ്. മിഷനെ സംബന്ധിച്ച് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഏറിയയാണ് മിഷൻ എന്ന് പറയുന്ന അവസരത്തിൽ തിരുമേനിക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 1 വർഷം എടുത്തു എന്ന് പറയുന്നതിൽ എനിക്ക് അതിശയമില്ല. എല്ലാ ഭാഗങ്ങളും വായിക്കുന്നതിന്, പഠിക്കുന്നതിന്, അപഗ്രഥിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, അതിനുശേഷം പുസ്തകത്തിൽ എഴുതേണ്ടത് എന്തെന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്ത് എഴുതുന്നതിന് ഒക്കെ ഇടയായി തീരുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം സഭയ്ക്കും സമൂഹത്തിനും ഈ കാലഘട്ടത്തിനും വിലപിടിപ്പുള്ള ഒരു പുസ്തകമാണ് എന്നത് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഈ പുസ്തകം ഞാൻ കണ്ടില്ല, വായിച്ചില്ല, അതുകൊണ്ട് അതിൻ്റെ കണ്ടന്റ് എല്ലാം അറിയാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഫിലിപ്പ് കുരുവിള അച്ഛൻ അതിനെക്കുറിച്ച് ഏകദേശ രൂപം നമുക്ക് നൽകുകയുണ്ടായി. Mission belongs to God. Mission begins from God. Mission is apostolic. Mission is witness. മിഷനെ കുറിച്ച് ധാരാളം ഇപ്രകാരം പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ സൃഷ്ടിയെ നാം ചിന്തിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ദൈവം നാം കാണുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് സൃഷ്ടിക്കുവാനും മനുഷ്യനെ സൃഷ്ടിക്കുവാനും അതിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് കൈകളുടെ മെനഞ്ഞെടുത്തതായിട്ടുള്ള മർത്യ ശരീരത്തിൽ ജീവശ്വാസം നൽകി ജീവനുള്ള ദേഹിയാക്കി തീർക്കുവാനുമെല്ലാം ദൈവം ചിന്തിച്ചു, സൃഷ്ടിച്ചു എന്നതൊക്കെ നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ പുറത്തേക്ക് വരുന്ന വലിയ സ്നേഹത്തെയാണ് കാണാനായിട്ടിടയാകുന്നത്. ആ ദൈവസ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതിയാകുകയുമില്ല. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിപ്പിലും അത് കാണാനായിട്ടിടയാകും. ഓരോ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ നിയോഗം ദൈവം നൽകിയിട്ടുണ്ട്. അത് ആ നിയോഗം പേറിയാണ് ഓരോ സൃഷ്ടിയെയും ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ സർവ ചരാചരങ്ങളെയും നാം ദർശിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ഇമേജ് കാണാനായിട്ട് നമുക്കിടയാവണം എന്ന് മാത്രമല്ല, ദൈവം നൽകിയിരിക്കുന്ന ഒരു ദൗത്യം എല്ലാറ്റിലുമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നിനെയും തള്ളിക്കളയുവാനായിട്ട് കഴിയില്ല. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ വായിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇക്കോളജി വളരെയധികം താല്പര്യപ്പെടുന്നതായുള്ള തിരുമേനിക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്നത് ഏറെ അനുഗ്രഹീതമായിട്ടുള്ള ഒന്നാണ്. ദൈവത്തെ സ്നേഹമായി നാം മനസ്സിലാക്കുന്ന അവസരത്തിൽ തന്നെ ദൈവത്തെ സ്നേഹിപ്പാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നതും ആ മിഷൻ്റെ ഭാഗമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. മിഷൻ ഈസ് അപ്പോസ്റ്റോലിക് എന്ന് ഞാൻ പറഞ്ഞതായിട്ടുള്ള സാഹചര്യത്തിൽ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്നതൊക്കെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവമാണ് ഓരോരുത്തരെ അയക്കുന്നത്, നിയോഗം പേറിയാണ് ഓരോ സൃഷ്ടിയും വരുന്നത്. അതേ അവസരത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യനെ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നതായിട്ടുള്ള ഓരോ സംഭവങ്ങളിലും മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുമ്പോൾ റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു മിഷനെ മനുഷ്യന് ദർശിപ്പാനായിട്ട് കഴിയും. ഉദാഹരണം, ദൈവം തൻ്റെ ഏകജാതന പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മിഷനാണ്, ഒരു ദൗത്യമാണ്. കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതൊരു ദൗത്യമാണ്. കർത്താവ് 12 ശിഷ്യന്മാരെ വിളിക്കുകയും വേർതിരിക്കുകയും അതിൽ ഒരാളെ മാറ്റപ്പെട്ട് പിന്നീട് ഒരാളെയും കൂടെ ചേർത്ത് 12 ആയ അവസരത്തിൽ 12 പേരെയും ഈ ലോകത്തിൽ അപ്പോസ്തലന്മാരായിട്ട് അയക്കുകയും ചെയ്തു. 70 പേരെ വിളിച്ച് 2 അയച്ചു. ഇവിടെയെല്ലാം അയക്കപ്പെടുന്ന ഒരു മിഷൻ കാണാനായിട്ടിടയാവുന്നുണ്ട്. എന്നാൽ ഫാദർ ഡാമിയനിലോ മദർ തെരേസയിലോ ആദ്യമായിട്ടുള്ള ആളുകളിലൊക്കെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ കണ്ടതായിട്ടുള്ള കാഴ്ചയിൽ, അവർ കണ്ടതായിട്ടുള്ള ലോകത്തിൽ, അവർ അഭിമുഖീകരിച്ചതായിട്ടുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ
ദൈവത്തിന് ഒരു ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് അനാവരണം ചെയ്യുവാൻ്റെ കോണം ജീവിതത്തെ നൽകുന്നതായിട്ടുള്ള വ്യക്തികളായിട്ടത്തെ കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് വൺസെൽഫ്, ഗോയിങ് ഔട്ട് ആൻഡ് റീച്ചിങ് ഔട്ട് ടു ദ പീപ്പിൾ. മദർ തെരേസ കോൺവെൻറ്റിൽ ഒരു സിസ്റ്ററായിട്ട് ടീച്ചറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടതായിട്ടുള്ള ആളുകളെ നിരത്തിൽ കാണാനായിട്ടിടയായപ്പോൾ എൻ്റെ സ്ഥാനം ഈ കോൺവെൻറ്റിൻ്റെ സുരക്ഷിതത്വത്തിലല്ല, സുരക്ഷിതത്വം ഇല്ലാത്തതായിട്ടുള്ള തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മധ്യത്തിൽ ദൈവസ്നേഹം നൽകിക്കൊടുക്കുന്നതാണ് എന്നത് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് തീരുവാൻ ശ്രമിച്ചതിൽ ഒരു മിഷൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചിട്ടില്ലാത്ത മദർ തെരേസയെ ലോകത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുവാൻ ആർക്കും മടിയില്ല, അതിനെക്കുറിച്ച് ആർക്കും ഒരു ഭയവുമില്ല. അപ്രകാരം ദൈവത്തിൻ്റെ ഒരു ദൗത്യം ആ വ്യക്തിയിൽ കാണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നതാണ്. ഇന്ന് ഈ പുസ്തകമൊക്കെ നാം വായിക്കുന്നതിനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അത് തിയററ്റിക്കലായിട്ട് നമ്മളിലൊക്കെ അങ്ങ് മാറിപ്പോകുന്നതായിട്ട് ഒന്നായിട്ട് മാറാതെ ഇത് നമ്മളുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണ്, ജീവിതഗന്ധിയാണ്, ജീവിതത്തെ ചെലവിടുവാനായിട്ടുള്ളതാണ്, മറ്റു ജീവിതവുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ളതാണ് എന്നതൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ പുസ്തകം രചിച്ചത് ഏറെ പ്രയോജനകരമായി സഭയ്ക്കും സമൂഹത്തിനും തീരുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകം അപ്രകാരമായി തീരണം എന്നുള്ളത് അത്രേ എൻ്റെ പ്രത്യേകമായുള്ള ആഗ്രഹവും പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആശംസകളും ഈ പുസ്തകം റിലീസ് ചെയ്യുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഭാഗ്യസ്മരണീയനായിട്ടുള്ള പരിശുദ്ധ ബസേലിയോസ് മാർത്തമ്മ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവ എല്ലാ ആശുപത്രിയിൽ പോയി കണ്ടിട്ടുണ്ട്. തിരുമേനി കട്ടിലിൽ കിടക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ കാണാനായിട്ടിടയാവുന്നത്. ആ അവസരത്തിൽ അധികം സംസാരിക്കുന്നതിനായിട്ട് പാടില്ല, രോഗത്തിൻ്റേതായിട്ടുള്ള പ്രത്യേക കാരണങ്ങൾ കൊണ്ട്. എന്നാൽ ആ അവസരത്തിലും ആ മുഖത്തെ നോക്കുമ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു മന്ദസ്മിതം അത് നമ്മളുടെ ഹൃദയത്തെ കൂടുതലായിട്ട് റിഫ്രഷ് ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ്, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ്, നമുക്ക് ജീവൻ നൽകുവാൻ്റെ കോണം ഇടയായി തീരുന്നതായിട്ടുള്ള ഒന്നാണ്. അവിടെയാണ് ദൈവികത ആ ജീവിതത്തിലൂടെ ലോകത്തിൽ ദർശിപ്പാനായിട്ട് കഴിയുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ടിടയാവുന്നത്. മലങ്കര മാർത്തമ്മ ശ്രീയാനി സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് ദൈവം എന്നെ കൈപിടിച്ച് ഉയർത്തിയതായിട്ടുള്ള അവസരത്തിൽ ദേവലോകത്തേക്ക് എന്നെ വിളിക്കുകയുണ്ടായി. തിരുമേനിമാരെല്ലാം ആ അവസരത്തിൽ ദേവലോക അരമനയിൽ ഉണ്ടായിരുന്നു എന്നതും ഞാൻ ഈ അവസരം ഓർക്കുന്നുണ്ട്. കൃത്യമായിട്ട് സ്വീകരിക്കുന്നതിനായിട്ടും സാഹോദര്യ ബന്ധമൊക്കെ അരക്കിട്ട് ഉറപ്പിക്കുന്നതിനായിട്ടും ശ്രമിച്ചതായിട്ടുള്ള നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതായിട്ടുള്ള നിമിഷങ്ങളാണ്. അതുകൊണ്ട് ബാബ തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ വേളയിൽ ദൈവം നമുക്ക് നൽകിയതായുള്ള ദാനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഈ ലോകത്തിൽ ജീവിച്ചതായുള്ള ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു സമ്മാനമായി നൽകുവാൻ തിരുമേനി ശ്രമിച്ചതും തൽഫലമായിട്ട് ഈ ലോകം ആ കാലഘട്ടത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതുമെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്നതിനായിട്ട് ഈ അവസരം ഇടയായിട്ട് തീരട്ടെ. ഇന്ന് ബസേലിയോസ് മാർത്തമ്മ പൗലോസ് സെക്കൻഡ് മെമ്മോറിയൽ മെഡിക്കൽ എയ്ഡ് ആൻഡ് അതർ ചാരിറ്റി പ്രോജക്ട്സ് അതെല്ലാം ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസരം കൂടിയാണ്. ഗോൾഡൻ ജൂബിലി ഓഫ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് മിഷൻ ബിലായി. പരിശുദ്ധ ബാവയുടെ സ്മരണ നമ്മുടെ മനസ്സിൽ തളങ്ങിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ പരിമല ആശുപത്രി എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഇൻ്റർനാഷണൽ ലെവൽ നിലനിർത്തുവാൻ തക്കവണ്ണം വളരെയധികം മനോഹരമായിട്ട് നിർമ്മിച്ചതായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. അത് ഈ ലോകത്തിന് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം യാതൊരു ന്യൂനതയും കൂടാതെ ഏറ്റവും ശ്രേഷ്ഠമായുള്ള രീതിയിൽ അതിനെ വിഭാവന ചെയ്ത് അത് പൂർത്തീകരിക്കുന്നതിനായിട്ട് വളരെയധികം പ്രാർത്ഥിച്ചും അധ്വാനിച്ചും അതിൻ്റെ പൂർത്തീകരണം കണ്ട് അവിടെ തന്നെ തനിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കുറിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഒരു ഭവനമായി മാറുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തിരുമേനി എങ്ങനെയാണ്
ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ച് ദൈവസ്നേഹത്തെ നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എന്നത് ഇന്ന് ചരിത്രം സാക്ഷിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അത് വെറും ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട് എന്നുള്ളതല്ല, അതൊരു പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. അനേകം ആളുകൾക്ക് ജോലി ലഭിക്കുന്നതായിട്ടുള്ള ആശുപത്രിയാണ്. അനേക രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ടുള്ള ആശുപത്രിയാണ്. ദൈവത്തിൻ്റെ ചൈതന്യവത്തായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ആശുപത്രിയാണ്. അവിടെ ദൈവത്തിന് മഹത്വം കരയറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നതായിട്ടുള്ള ആശുപത്രിയാണ്. ഈ ആശുപത്രിയുടെ നിർമ്മാണത്തിൽ പരിശുദ്ധ ബാബ തിരുമേനി എല്ലാ ആളുകളെയും തന്നോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു എന്നത് ചരിത്രം സാക്ഷിക്കുന്നതാണ്. ഗായികയായിട്ടുള്ള ശ്രീ ചിത്രയുടെ മകളുടെ പേരിൽ ഒരു കീമോതെറാപ്പി യൂണിറ്റ് ആരംഭിക്കുവാൻ തക്കവണ്ണം തിരുമേനി ശ്രദ്ധ വെച്ചു. ക്യാൻസർ രോഗം വന്ന് മരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സുവിശേഷം മതങ്ങൾക്ക് അപ്പുറത്തേക്ക് നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം തിരുമേനിക്കിടയായിട്ട് തോന്നുന്നു. യൂസഫ് അലി ലോകമറിയപ്പെടുന്നതായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ പരിമല ആശുപത്രിയുമായി ചേർന്ന് 2 വാർഡുകൾ നിർമ്മിച്ച് കൊടുക്കുവാനായിട്ട് താല്പര്യമുണ്ടായത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടുള്ള ഒരു കടപ്പാട് പ്രദർശിപ്പിച്ചതായുള്ള ഒരു രംഗമാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവ സഭയ്ക്ക് വെളിയിലുള്ള ആരാണെങ്കിലും അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യത്താൽ അവരോട് ഇടപെടുന്നതിനായി തിരുമേനിക്ക് സാധിച്ചു. അതേ അവസരത്തിൽ തന്നെ അവരും കൂടെ ചേർന്നാണ് ഇപ്രകാരമുള്ള ദൈവിക പ്രവർത്തനം പൂർണ്ണമാകുവാനായിട്ട് ഇടയാവുന്നത് എന്നുള്ളൊരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നതിനായിട്ട് തിരുമേനിയെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇത് ഇന്നും നമ്മെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള, നമ്മെ കൂടുതൽ സജീവമാക്കി തീർക്കുന്നതായിട്ടുള്ള ബാബ തിരുമേനിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. സിംബോളിക് മിനിസ്ട്രി ആയിരുന്നു എന്നത് നാം മറക്കാനായിട്ടിടയാവരുത്. അതുകൊണ്ട് തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നതായുള്ള ഈ അവസരത്തിൽ തിരുമേനിയുടെ ദേഹവിയോഗത്തിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം സഭയുടെയും ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയും ദൈവം നൽകിയതായിട്ടുള്ള ആയുസ്സിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ആ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ വിനയപൂർവ്വം ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് മടങ്ങി വരാം. മിഷനെ കുറിച്ചുള്ള പുസ്തകം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നതായിട്ടുള്ള അവസരമാണല്ലോ. അഭിമന്യ ജോസമ്മ ഡയനേഷ്യസ് തിരുമേനി തൻ്റെ ആയുസ്സിൻ്റെ 1 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചിന്തിച്ചതിൻ്റെ ഫലമായി അത് ഇന്ന് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ക്രമീകരിക്കുകയും ചെയ്തതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഈ പുസ്തകം രചിച്ചതായുള്ള തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഏറെ പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യമൊക്കെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ബുക്ക് നിങ്ങളെ എല്ലാവരുടെയും സഹകരണത്തോടും പ്രാർത്ഥനയോടും കൂടി റിലീസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഇനി പുസ്തക പ്രകാശനത്തിന്റെ ധന്യ നിമിഷം. അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി രചിച്ച ഹാൻഡ് ബുക്ക് ഓൺ മിഷൻ സ്റ്റഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം അഭിമന്യ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാറിന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ആദ്യ പ്രതിയെ ഏറ്റുവാങ്ങുന്നതിനായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ റെവറൻഡ് ഫാദർ കെ വി പോളിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് മിഷൻ സെന്ററിന്റെ ഒരു ഉപഹാരം അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി നൽകുന്നു. റെവറൻഡ് ഫാദർ ഫിലിപ്പ് കുരുവിളയച്ചനെയും ഉപഹാരം സ്വീകരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
മലങ്കര അസോസിയേഷൻ സെക്രട്ടറിയായി സഭയ്ക്ക് നിസ്വാർത്ഥ നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് ബിജു മെൻസറിനെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാബായെ കുറിച്ചുള്ള അനുസ്മരണ സന്ദേശം നൽകുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മളുടെ വിശിഷ്ടാതിഥി മലങ്കര മാർത്തോമ ശ്രീയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്താൻ, യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി, കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിമന്യ ദിവനാസിയോസ് തിരുമേനി, ഇവിടെ സ്വാഗതമാശംസിച്ച ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അറമ്പാച്ചൻ, വന്ദനായ എബ്രാഹിമനച്ചൻ, ബഹുമാനപ്പെട്ട ചെറുതലാട്ട് കോറപ്പീസ് കോപാച്ചൻ, പുസ്തകം പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കുരുവിളയച്ചൻ, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട VM എബ്രഹാം അച്ചൻ, ബഹുമാനപ്പെട്ട മലങ്കര ഷാജി, പ്രിയപ്പെട്ട മണ്ണുമൂട് സാറ്, വന്ദനായ KV പോളച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആമുഖമായി അറിയിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെ പറ്റിയുള്ള അനുസ്മരണം നടത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയും മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയും ഒക്കെ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായ നമ്മുടെ ബാബായെ പറ്റി എല്ലാവരും സ്വകാര്യമായി നമ്മുടെ ബാബ, എൻ്റെ ബാബ എന്ന് വിളിക്കുന്ന നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനിയെ പറ്റി ഹൃദയത്തിൽ നിന്ന് ആഴത്തിലുള്ളതായ സന്ദേശങ്ങൾ ഇവിടെ നൽകുകയുണ്ടായി. പ്രവാസികളെ ഏറെ സ്നേഹിച്ച ഒരു ഇടയശ്രേഷ്ഠനായിരുന്നു പരിശുദ്ധ ബാബാ തിരുമേനി. സഭയുടെ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന നിലയിലല്ല, മറിച്ച് ഈ സഭയുടെ സ്തുതിയുവാവപ്പെട്ട സത്യവിശ്വാസത്തെയും ഈ സഭയുടെ പ്രധാനപ്പെട്ട വിഷനാകുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഏറെ തൈതാങ്ങൾ നൽകുന്ന ഒരു വിഭാഗം ആളുകളായിട്ടാണ് പ്രവാസികളെ പ്രത്യേകമായി പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് കണ്ടിരുന്നത്. അതിലുപരിയായി പരിശുദ്ധ പിതാവ് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും യാത്രയിൽ പലപ്പോഴും കൂടെ അനുഗമിക്കുവാൻ നിയോഗം ലഭിച്ചയാളെന്നുള്ള നിലയിൽ ആ പിതാവിൽ നിന്ന് നേരിട്ട് കേൾക്കുവാനും, യാത്ര കഴിഞ്ഞ് വന്നാൽ സമിതികൾ കൂടുന്ന അവസരത്തിൽ സമിതികളിലെ ചർച്ചകളിലും മറ്റും ഈ പ്രവാസികൾ തങ്ങളുടെ അടുത്ത തലമുറയെ ഈ സഭയുടെ സത്യവിശ്വാസത്തിൽ, അതോടൊപ്പം തന്നെ മിഷൻ പ്രവർത്തനങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അടുത്ത തലമുറകളെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് കൃത്യമായ ദർശനത്തോടുകൂടി, വിഷനോടുകൂടി തലമുറകളെ വളർത്തുന്ന പ്രവാസികളെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന ആ പരിശുദ്ധ പിതാവിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. സ്തേഫാനോസ് മാർ തെവോദോസിയോസ് തിരുമേനിയെ ഒരു സഹോദര തുല്യനായി അല്ല, ഒരു ഗുരുതുല്യനായി കാണുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അഭിമന്യ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി. മാത്യൂസ് പ്രഥമൻ ബാബാ തിരുമേനിയാൽ, വട്ടക്കുന്നേൽ ബാബാ തിരുമേനിയാൽ തുടക്കം കുറിച്ച് തെവോദോസിയോസ് തിരുമേനി വളർത്തിയതായ ഭിലായ് മിഷൻ ഇന്ന് ദിവനാസിയോസ് തിരുമേനിയുടെയും മിഷൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വളർച്ചയുടെ പാതയിൽ മുന്നേറുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ഈ പിതാക്കന്മാരുടെ ദർശനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ദിവനാസിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പ്രശംസനീയമായ കാര്യമാണ്. ഇന്നിവിടെ അനുസ്മരണം നടത്തുമ്പോൾ ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരിയായി ഒരു ചികിത്സാ സഹായ കർമ്മ പദ്ധതിയായി രൂപാന്തരപ്പെടുത്തിയതിൽ പ്രത്യേകമായി അഭിമന്യ തിരുമേനിയെയും ഇതിന്റെ ഭാരവാഹികളെയും ഞാൻ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചുരുക്കം ചില ദിവസങ്ങളിൽ മലങ്കര സഭയിലും തെക്കും വടക്കും ആഗോളമായി അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ആ പിതാവിന്റെ സ്മരണയെ നിലനിർത്തത്തക്ക രീതിയിൽ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് സ്വർഗം സന്തോഷിക്കുകയും ആ പിതാവിന്റെ ആത്മാവ് ഏറെ സന്തോഷിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രൈസ്തവ സാക്ഷ്യം വാക്കുകളിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെ പ്രതിഫലിക്കുമ്പോഴാണ് മിഷൻ അനർത്ഥമാകുന്നത് എന്ന് ഇന്ന് ഒരിക്കൽ കൂടി ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെടുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയും പത്രോസ് മാർ ഒസാത്യോസ് തിരുമേനിയും ഉൾപ്പെടുന്ന പഴയ തലമുറയ്ക്ക് ശേഷം മിഷൻ എന്ന പദത്തിന് ആളവും അർത്ഥവും നൽകിയ രണ്ട് പിതാക്കന്മാരായിരുന്നു ഭാഗ്യസ്മരണാർഹനായ
ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും അതോടൊപ്പം തന്നെ അഭിമന്യനായ തേവോദോസിയോസ് തിരുമേനിയും അവരുടെ പിൻഗാമികളായി അവരുടെ പാതകളെ പിന്തുടർന്നുകൊണ്ട് ഈ മിഷൻ നടത്തുന്നതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. എന്നും ഒരു മികച്ച പഠിതാവായിരുന്നു അഭിമന്യ ദിവന്നാസിയോസ് തിരുമേനി. തിരുമേനി തന്റെ പുതിയ ഗ്രന്ഥത്തിലൂടെ ക്രൈസ്തവ മിഷനെ കുറിച്ച് ഒരു നല്ല ഉൾക്കാഴ്ച പഠനം നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഇനിയും ഉദാത്തമായ രചനകൾ ആ തൂലികയിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് പശ്ചാത്തലത്തെ നഷ്ടപ്പെടുത്താതെ ഒരു വർഷക്കാലത്തോളം ഈ മിഷൻ പ്രവർത്തനവുമായി ഒരു പുതിയ ഗ്രന്ഥത്തെ ഒരു റഫറൻസ് ഗ്രന്ഥമായി അടുത്ത തലമുറകൾക്ക് പ്രയോജനം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നല്ല ഗ്രന്ഥം ഇന്ന് അഭിമന്യ മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ തൃക്കരങ്ങളാൽ ഇവിടെ പ്രകാശിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്ര ഗ്രന്ഥമായി അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഗ്രന്ഥമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി തന്നെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധ സഭയ്ക്ക് ഒരു വലിയ ശൂന്യത അവശേഷിപ്പിച്ചിട്ടാണ് ആ പിതാവ് കടന്നുപോയത്. ഞാൻ സമയമേറെ എടുക്കുന്നില്ല. എനിക്കും സഭയുടെ ഒരു പ്രധാന സമിതി 5 മണിക്ക് ദേവലോകത്ത് ചേരുന്നത് കൊണ്ട് അവിടെ എത്തിച്ചേരേണ്ടിയ സമയം കടന്നുപോയിരിക്കുന്നതിനാൽ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറെ ദുഃഖമുണ്ട് എങ്കിലും ഓരോ ഓർമ്മപ്പെടുത്തലും ഓരോ ഓർമ്മയോഗങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ അനുഭവമാണ്. ഈ പിതാവ് എന്താണ് തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് നൽകുന്ന ആ സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ആ പിതാവിൻ്റെ കാലടികളെ പിന്തുടരുവാൻ ഓരോ അനുസ്മരണ യോഗങ്ങളും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ഏവർക്കും സുപരിചിതമാണ്. ഞാൻ അതിൽ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. വീണ്ടും ആ വിശുദ്ധ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രിയമുള്ളവരെ, ബലഹീനായ ഞാൻ 4.5 വർഷക്കാലത്തോളം സഭയുടെ ശുശ്രൂഷകനായി ആ പരിശുദ്ധ പിതാവിനോട് ഏറെ അടുത്ത് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. സഹജീവികളോട് ഇത്രയേറെ കാരുണ്യം കാണിച്ചിട്ടുള്ള ഒരു പിതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം, ഉണ്ടായും ഇനിയും ഉണ്ടാവും. പക്ഷേ ഇരുചെവി അറിയാതെ താൻ ചെയ്യുന്നത്, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ പാവങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ഏറെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാബാ തിരുമേനി. അനുഗ്രഹിന്റെയും ഫാത്തിമയുടെയും കഥ നമുക്കറിയാം. അനുഗ്രഹിനെ ഒരു സഹോദര തുല്യനായി സംരക്ഷിക്കുന്ന ഫാത്തിമയുടെ അനുഗ്രഹിന്റെയും കഥ ഒരു മാധ്യമത്തിൽ കണ്ട് അവരുടെ വീട്ടിലേക്ക്, കോഴിക്കോട്ടെ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന്, അവിടെ ഒരു ക്രൈസ്തവ സാന്നിധ്യം പോലുമുള്ള സ്ഥലമല്ല ഈ കോഴിക്കോട്ടെ ഈ സ്ഥലം. ഞാനും ആ പിതാവിന്റെ കൂടെ പോയതാണ്. ഇപ്പുറത്ത് കനാലിന്റെയൊക്കെ ഇപ്പുറത്ത് വാഹനം നിർത്തി ഏറെ ദൂരം ഒരു വഴിത്താരയിൽ കൂടി നടന്ന് ആ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബങ്ങളെ ദത്തെടുക്കുന്നതിന് തുല്യമായി അവരുടെ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും ആ അനുഗ്രഹത്തിന്റെ തുടർ ചികിത്സയ്ക്കും ആ കുഞ്ഞുങ്ങളുടെ തുടർ വിദ്യാഭ്യാസത്തിനും ഏറെ കൈത്താങ്ങൽ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ച പിതാവ്. വാർത്തയ്ക്ക് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആയിരുന്നില്ല. ആ കുഞ്ഞുങ്ങളെ ദേവലോകത്തേക്ക് ക്ഷണിച്ചു. അതൊരു കൊച്ചു സന്തോഷമായി, കൂട്ടായ്മയായി, ഒരു ഗെറ്റ് ടുഗദറായി ആക്കുവാൻ ആ പിതാവ് തീരുമാനിച്ചപ്പോൾ ഞാൻ ചുമതലപ്പെട്ട പിതാക്കന്മാരെയും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിക്കുവാൻ ചോദിച്ചു. 11:10 ട്രെയിൻ. 11 മണിയായപ്പം ഇരിക്കപ്പുറതിയില്ലാതെ എഴുന്നേറ്റ് നേരെ കറുത്ത ഉപ്പായം എടുത്തുകൊണ്ട് നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്ന് ഡ്രൈവർ ബേബി ചേട്ടനോട് പറഞ്ഞു, വണ്ടി എടുക്കുക, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. എന്നാലും പലരും പറഞ്ഞു, തിരുമേനി അതെന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയല്ല, എന്നോ പ്രോട്ടോകോളാ എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടിയെ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ വരുന്നു. നടന്ന കമ്പാർട്ട്മെന്റിന് മുമ്പിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അനുഗ്രഹിനെ അങ്ങോട്ട് വാരി കോരി ചേർത്ത് അങ്ങോട്ട് നിർത്തിയ ആ രംഗം കണ്ടപ്പോൾ അവിടെ നിന്ന് ആയിരക്കണക്കിന് യാത്രക്കാര്, അവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ, പോലീസുകാര്, ഉദ്യോഗസ്ഥര്, നാനാജാതി മതസ്ഥരായ ആളുകൾ ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ആ പിതാവിന്റെ വാത്സല്യത്തെ കണ്ടപ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കുകയല്ല,
തന്റെ പ്രവൃത്തി മൂലം ദൈവനാമം ലോകത്തിന്റെ മുമ്പിൽ മഹത്വപ്പെടുത്തിയ ഒരു പിതാവായിരുന്നു നമ്മുടെ ബാബാ തിരുമേനി എന്ന് അനുഗ്രഹത്തോടെ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിൽ സ്വന്തമായ വസ്തുവില്ലാത്തതിന്റെ പേരിൽ പാണ്ടനാട്ട് ഒരു അരയ്ക്ക് താഴെ തളർന്നുപോയ ഒരു സ്ത്രീയുടെ ദയനീയാവസ്ഥ ഒരു പ്രമുഖ ചാനൽ പ്രക്ഷേപണം ചെയ്തപ്പോൾ പിറ്റേ ദിവസം തന്നെ കൂടിയ സഭയുടെ ബന്ധപ്പെട്ട സമിതിയിൽ അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുകയും യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന്റെ പണി തീർക്കുകയും തനിക്ക് കോവിഡ് ബാധിച്ച ആ സന്ദർഭം അതിൽ നിന്ന് സുഖം പ്രാപിച്ച ദിവസം മുതൽ ഞങ്ങളെ കാണുമ്പം ബാബാതിരുമേനിയുടെ മുന്നിലേക്ക് പോകാൻ സത്യത്തിൽ പേടിയാ. ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്ന വീട് പണി എന്തായി, താക്കോൽ ഇതുവരെ കൊടുക്കാറായില്ലേ, മഴ വരുന്നു, മഴക്കാലത്തിന് മുമ്പേ താക്കോൽ കൊടുക്കണം. ഞങ്ങൾക്ക് ശാസനയായിരുന്നു, സ്നേഹത്തിൽ കൂടിയുള്ളൊരു ശാസന. ആ വ്യക്തി ഒരു ക്രൈസ്തവൻ പോലുമല്ല. ആ വ്യക്തി, പ്രിയമുള്ളവരെ, അതിന്റെ പടി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി തീർത്തു കൊടുത്തു. അതിന്റെ താക്കോൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വീൽ ചെയർ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് തിരുമനസ്സുകൊണ്ട് തന്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി പരിമല സെമിനാരി ആശുപത്രിയുടെ ചുമതലക്കാരനായ പൗലോസച്ചനോട് പറഞ്ഞു, ഒരു മോഡേൺ വീൽ ചെയർ പരിമല ആശുപത്രിയുടെ ആംബുലൻസിൽ അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ് വീടിന്റെ താക്കോൽ താരത്തോട് ചേർന്ന് അതും ചടങ്ങായി നടത്താൻ അദ്ദേഹം അനുവദിച്ചില്ല. അവിടുത്തെ പ്രാദേശിക ജൂറിസ്ഡിക്ഷനുള്ള ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപനോട് പറഞ്ഞു, ആ വീട്ടിൽ പോയി ഈ താക്കോല് കൊടുത്ത് അവർക്കൊരു ബ്ലെസ്സിങ്സ് കൊടുത്തിട്ട് പോരണം എന്ന് പറഞ്ഞു. അങ്ങനെ നാനാജാതി മതസ്ഥരുടെ അടുക്കിലേക്ക് ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ നാനാജാതി മതം എന്ന് ബലഹീനായ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പിതാവ് കാലം ചെയ്ത് എന്ന് രാത്രിയിൽ അഭിവന്ദനായ രോഗികൾക്ക് അത്താണിയായി ആ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്ന ജോബി എടുക്കാനൊക്കാത്ത സാഹചര്യമായിരുന്നു. 8 മണിക്ക് ശേഷം അച്ഛനെ തിരിച്ചു വിളിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ ചികിത്സയ്ക്കായി വന്ന് തിരിച്ചു പോകുന്ന ദിവസം രാവിലെ വണ്ടിയെ കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ഛാൽ മതി, ഞാൻ അവരെ സഹായിച്ചു കൊള്ളാം. ഈ കഴിഞ്ഞ 4 വർഷം 17 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ അച്ഛൻ എന്നോട് സാക്ഷ്യമായി പറഞ്ഞു, നിരവധി വൈദികർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, നിരവധി അൽമായക്കാർക്ക്, അത് ഓർത്തഡോക്സ് മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ എന്റെ ബിജു സാറെ ഈ പിതാവ് ഈരിച്ചെവിയറിയാതെ കൊടുത്തിട്ടുണ്ട്. കാലം ചെയ്യുന്നിടം വരെ ഇത് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ കബറടക്കം കഴിഞ്ഞുവല്ലോ. നമ്മുടെ പിതാവിനെ പറ്റി ഇനിയും ഇത് പറഞ്ഞെങ്കിൽ എന്നോട് ദൈവം ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയമുള്ളവരെ, ഇതായിരുന്നു നമ്മുടെ പിതാവ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാരെങ്കിൽ നമ്മുടെ പിതാവ് ഏറെ ഭാഗ്യവാനാണ്. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അസോസിയേഷൻ സെക്രട്ടറിയായി എന്നെ തെരഞ്ഞെടുത്ത് ഞാൻ ചുമതലയേറ്റ് അനുഗ്രഹം പ്രാപിക്കാനായി പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യം, കുഞ്ഞെ, ആരെങ്കിലും ഇവിടെ ചികിത്സാ സഹായം തേടി ഇവിടെ വന്ന് കൈനീട്ടിട്ടുണ്ട് എങ്കിൽ ജാതിയോ മതമോ പൈസയോ ബഡ്ജറ്റോ നോക്കരുത്. അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള സഹായം നമ്മളാ കഴിവതും നമ്മൾ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് രോഗികളെ സൗഖ്യമാക്കിയതാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ഈ പിതാവ് നടത്തിയിട്ടുള്ള രോഗികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതായ പ്രാർത്ഥനയും കരുതലും ചരിത്രത്തിന്റെ താളുകളിൽ സഭയുടെ തലമുറകൾക്ക് സമൂഹത്തിന് മാതൃകയായി അത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നീതിക്കായി പീഡനമേൽപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതോടൊപ്പം തന്നെ തുടർന്ന് ആ വേദവാക്യം പറയുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളെയും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചാനന്ദിപ്പീൻ. പ്രിയമുള്ളവരെ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുണ്ട്. മനസ്സറിയാത്ത കാര്യത്തിന്റെ പേരിൽ ഏറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. താൻ ചിന്തിക്കാത്ത കാര്യത്തിന്റെ പേരിൽ ഏറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തന്റെ നിലപാടുകളെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ ഏറെ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാബാ തിരുമേനി. സമിതികൾ കൂടുമ്പോൾ സുന്നഹദോസിന്റെ യോഗത്തിലായാലും വർക്കിംഗ് കമ്മിറ്റിയിലായാലും മാനേജിംഗ് കമ്മിറ്റിയിലായാലും വ്യക്തിപരമായാലും ഏറെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കാൻ പറയുമ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പം പറയും പരാതി കൊടുക്കാൻ. പക്ഷേ സമിതി കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് പറയും, ഒരു പരാതിയും ഇതിന്റെ പേരിൽ നീ ഒരിടത്തും കൊടുത്തേക്കരുത്.
എന്നെ ഒന്ന് അവഹേളിക്കുന്നത് കൊണ്ട് അത് ചെയ്യുന്നവൻ എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ട്, അതിന് അവൻ അത്രയെങ്കിലും ഒരു സന്തോഷം എന്നെ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കട്ടെ. ഒരു പരാതി പോലും അതിൻ്റെ പേരിൽ കൊടുക്കാൻ സമിതികളുടെ മിനിറ്റ്സിനകത്തുണ്ട്. ദിയസ്കോറോസിനും എനിക്കറിയാം. പരാതി കൊടുക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും ഒക്കെ നിരവധി മിനിറ്റ്സിലുണ്ട്. പക്ഷേ സ്വകാര്യമായി വിളിച്ചു പറയും, ഒരൊറ്റ പരാതി ഇതിൻ്റെ പേരിൽ കൊടുക്കരുത് എന്ന്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ, മനസ്സറിയാത്ത കാര്യത്തിന്റെ പേരിൽ, സഭയുടെ സത്യവിശ്വാസത്തിന് വേണ്ടി, സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ പീഡിപ്പിക്കപ്പെട്ട ഒരു ഇച്ചിര കോംപ്രമൈസ് ചെയ്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ഏറെ പരിശുദ്ധനായി പലരും വാഴ്ത്തിയനെ. പക്ഷേ തന്റെ മനസാക്ഷി അനുസരിച്ച് നിലപാടുകളിൽ ഉറച്ച ആ പരിശുദ്ധ പിതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥത അണയ്ക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. തന്റെ വാനവ ബലികളിൽ ബലഹീനരായ നമ്മളെയും ഓർക്കുന്നു എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. വെടിപ്പുള്ള ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഈ ആചാര്യ ശ്രേഷ്ഠന്റെ മലങ്കര സഭയുടെ ഭാഗ്യതേജസ്സാകുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയെ ആ വെടിപ്പുള്ള ആചാര്യ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ കാത്ത് പരിരക്ഷിക്കുന്നു. തീർച്ചയായും ആ നീതിമാന്റെ ഓർമ്മ നമുക്ക് വാഴ്വിനായി തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിലകിനായി എനിക്കും ബഹുമാനപ്പെട്ട പോളച്ചനും ആ സമിതിയിൽ പങ്കെടുക്കുവാൻ പോകേണ്ടതുകൊണ്ട് ഞങ്ങളെ പോകുവാനായി അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അശനർക്കും ആലംബഹീനർക്കും വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സ്മരണയ്ക്കായി മിഷൻ സെന്ററിൽ നടപ്പാക്കുന്ന ചാരിറ്റി പദ്ധതികൾ അവതരിപ്പിക്കുന്നതിനായി കുവൈറ്റ് സോൺ മിഷൻ കോർഡിനേറ്റർ ശ്രീ ഷാജി എബ്രഹാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദുഃഖാർത്ഥമായ ഒരു ഹൃദയത്തോടു കൂടിയാണ് ഞാനും ഇതിൽ പങ്കെടുക്കുന്ന. കാരണം എനിക്ക് പിതൃതുല്യനായി സ്നേഹിച്ച ഒരു പിതാവാണ്ട് ഒരു വേർപാടിന് ശേഷമാണ് ഈ സെന്റ് തോമസ് മിഷന്റെ ഫംഗ്ഷൻ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റ് സോണിനോടും സെന്റ് തോമസ് മിഷനോടും പരിശുദ്ധ ബാബാ തിരുമേനിക്ക് പ്രത്യേകമായി ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പിതാവാണ്. ഈ സമയത്ത് അദ്ദേഹം കുവൈറ്റിൽ ചെയ്ത അല്ലെങ്കിൽ സെന്റ് തോമസ് മിഷൻ ചെയ്ത 1-2 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറിക്കൊള്ളാം. പിതാവിൻ്റെ ബിസി ഷെഡ്യൂൾ 10 കൊല്ലത്തിനകം 6 തവണ കുവൈറ്റ് ശ്ലൈഹിക സന്ദർശനം നടത്തി. മലങ്കര സഭയിൽ ഒരു മെത്രാപ്പൊലീത്തമാരും അത്രയും പ്രാവശ്യം പ്രത്യേകിച്ച് ഗൾഫിൽ കുവൈറ്റിൽ വന്നിട്ടില്ല. അദ്ദേഹം മലങ്കര സഭയിൽ ഇതംപ്രദമായി കുവൈറ്റിലെ ഏറ്റവും വലിയ സൺഡേ സ്കൂളായ 1500 കുട്ടികൾ പഠിക്കുന്ന സൺഡേ സ്കൂളായ കുവൈറ്റ് മഹായിടവയുടെ സൺഡേ സ്കൂളിനെ മഹാവേദ വിദ്യാലയമായി പ്രഖ്യാപിച്ചു. അത് ചരിത്രത്തിൻ്റെ നാളുകളിൽ എഴുതി ചേർക്കുന്നതാണ് കുവൈറ്റിന് എന്നും അദ്ദേഹത്തോട് പ്രതിബദ്ധ. മൂന്നാമത്, ഗൾഫ് നാടിൽ കുവൈറ്റിൽ ആദ്യമായി ഒരു പഴയ പള്ളി പ്രഖ്യാപനം അഹമ്മദി സെന്റ് തോമസ് ചർച്ചിന് വേണ്ടി നടത്തിയത് ആ പിതാവാണ്. അതോടൊപ്പം ദിവന്യാസ്യ തിരുമേനിയുടെ കൽപ്പനയനുസരിച്ച് 2 പുതിയ പള്ളികൾ കൂടി കുവൈറ്റിൽ നടത്തുവാൻ സാധിച്ചു. അങ്ങനെ ടോട്ടൽ 4 പള്ളികൾ കുവൈറ്റിൽ വന്നു. ഭാഗ്യസ്മരണായ തേവോദിയോസ് തിരുമേനിയുടെ സെന്റ് തോമസ് മിഷൻ 5 ഫംഗ്ഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. കുവൈറ്റ് സംഗമം 5 ഫംഗ്ഷനും മുഖ്യാതിഥിയായി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി തന്നെ ഇവിടെ വന്ന് ഇതിന് മുഖ്യാതിഥിയായി പങ്കെടുത്ത് നമുക്കൊരിക്കലും മറക്കുവാൻ പാടില്ല. എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടി പരിശുദ്ധ ബാബായെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കാം. കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ വെച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ ഈസ് ഹോളിനസ് പോപ്പ് തെവോദോറോസ് തിരുമേനിയെ കുവൈറ്റിൽ വെച്ച് എനിക്ക് ഹോട്ടൽ മുറിയിൽ വെച്ച് കാണുവാൻ ഒരവസരം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഓർത്തഡോക്സുകാരനാണെന്ന് പറഞ്ഞു. ഈ ഹോട്ടലിലെ ഇതിൻ്റെ ഒരു ചുമതലക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക്, ഈ ഹോട്ടലിൽ ഞാൻ കയറി വന്നപ്പോൾ I saw 2 olives in this for 1 olive tree. So I am staying in a hotel where there is an olive, where there is peace, and I am very happy to see this olive in this hotel. ഈ സംഭവം പരിശുദ്ധ ബാബാ തിരുമേനിയോട് ഞാൻ പറഞ്ഞു. അതിനുശേഷം കുവൈറ്റിൽ നിന്നും ഒമാനിൽ നിന്നും
കുറച്ച് ഒലിവുകൾ കൊണ്ടുവന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം പരിമലപ്പള്ളിയിലും പാമ്പാടി ദേറായിലും ദേവലോകം അരമനകളിലും ഒലിവ് തൈകൾ വെക്കുവാൻ തുടങ്ങി. പരിശുദ്ധ ബാബ കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേറെ ഒരു 50 ഒലിവുകൾ കൂടി പ്രത്യേകമായി ബഡ് ചെയ്ത് ഒമാനിയിൽ നിന്ന് കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ ബഡ് ചെയ്ത് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കോട്ടയത്തെ ചില പള്ളികളിൽ ബാബാ തിരുമേനി കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെക്കുവാൻ തുടങ്ങി. ബാബാ തിരുമേനിയുടെ ഒരു സെപ്പറേറ്റ് കാര്യം ഞാൻ പറയുന്നു. ഒരു കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞപ്പോൾ അത് പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നോട് അദ്ദേഹം പറഞ്ഞാണ്, ഷാജി, നമുക്കിതൊരു ഒലിവിൻ്റെ എല്ലാ ഇടവുകളിലും വെക്കുന്ന ക്രിസ്ത്യാനികളുടെ മരമാണ്, ബൈബിളിക്കൽ മരമാണ്. ഈ ഒലിവ് മരം നമ്മുടെ സഭയിലെ എല്ലാ പള്ളികളിലും മുൻകൈ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം കൽപ്പിച്ചതാണ്. അദ്ദേഹം കൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം കാലം ചെയ്തു. എൻ്റെ പ്രത്യേകമായൊരു താല്പര്യപ്രകാരം പരിശുദ്ധ ബാവായുടെ നാമത്തിൽ ഒലിവ് തൈകൾ വെക്കുവാൻ വേണ്ടി ഞാൻ പല പള്ളികളിലും ചെന്ന് അഭ്യർത്ഥിച്ചു. ഒലിവ് തൈകൾ കൊടുക്കുന്നു. ഇന്നും ഇവിടെ 2 ഒലിവ് തൈകൾ മാർത്തോമാ മെത്രാപ്പോലീത്തായും ദിവന്യാസ്യോസ് തിരുമേനിയും തിയോസ്കോറോസ് തിരുമേനി ഇവിടെ വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കും. അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ച ഒരു കാതോലിക്ക ബാവയാണ്. ആ കാതോലിക്ക ബാവയെ ഒരിക്കലും ഗൾഫുകാർക്കും സെൻറ് തോമസ് മിഷൻകാർക്കും മറക്കുവാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പ്രത്യേകമായ ആദരാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം സെൻറ് തോമസ് മിഷനും കുവൈറ്റ് സോണും അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഇരിച്ചെവിയറിയാതെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സെൻറ് തോമസ് മിഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ് തിരുമേനി പ്രോജക്റ്റുകൾ ഇന്ന് പ്രഖ്യാപിക്കും. ആ പ്രോജക്റ്റുകൾക്ക് എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജൂബിലി പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കൽക്കട്ട ഭദ്രാസനത്തിന്റെ ഇടയൻ അഭിവന്യ ജോസഫ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയാണ്. അഭിവന്യ തിരുമേനിയെ ഉദ്ഘാടന സന്ദേശത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ ബലഹീനായ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. കാലം ചെയ്ത പുണ്യശ്ലോകനായ മാർ തേവോദോസ്യോസ് തിരുമേനി എൻ്റെ മുൻഗാമി. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ മാർഗത്തിലൂടെ ചരിക്കുവാൻ ബലഹീനായ ഞാനും ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അദ്ദേഹം തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം സെൻറ് തോമസ് മിഷൻ ബിലായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർ തിയഡോഷ്യസ് മെമ്മോറിയൽ ഈ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഇന്ന് 3-in-1 മീറ്റിംഗ് കൂടുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നത് ശരിയല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വളരെ അളന്നു തൂക്കി 1-2 വാക്കുകൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ആർദ്രതയുടെ ഭാവം. അത് വളരെ ദീർഘമായിട്ട് ബിജുമൻ സാറും ഒക്കെ പറഞ്ഞു. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം മെത്രാപ്പൊലീത്തയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മിലിത്തിയോസ് എന്നായിരുന്നു. മിലിത്തിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വാരിയർ എന്നാണ്. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു പോരാളിയായിരുന്നു എന്ന് പറയുന്നതിൽ സഭ അഭിമാനം കൊള്ളുന്നു. വിശ്വാസത്തിനു വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒരു മുന്നണി പോരാളിയായി ജീവാന്ത്യം വരെ പോരാടി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് 2ാമൻ കാലം ചെയ്ത ജൂലൈ 12 തന്നെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. അദ്ദേഹം ബലഹീനായ എന്നെയും കൽക്കട്ട ഡയോസിസിനെയും സെയിൻറ് തോമസ് മിഷനെയും അളവറ്റ് സ്നേഹിച്ചിരുന്നു, കൈത്താങ്ങ് നൽകിയിരുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് സാക്ഷിക്കുവാൻ ഈ സമയം എടുത്തുകൊള്ളട്ടെ. അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ലാസ്റ്റിൽ ബിലായി വന്നത് 2018 വളരെ സന്തോഷത്തോടെ അവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് വളരെ സന്തോഷത്തോടെ കണ്ട് അനുഗ്രഹിച്ചിട്ടാണ് 2018 അദ്ദേഹം തിരിച്ചു പോരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്ന് ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുന്നു.
അദ്ദേഹത്തെ സ്മരിക്കുന്നത് കേവലം വാക്കുകളിലല്ല എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ കൊണ്ടാടുമ്പോൾ സെയിൻറ് തോമസ് മിഷൻ ബിലായി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഏതാണ്ട് 10 പ്രോഗ്രാംസ് ഞങ്ങൾ ബിലായുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം ഇവിടെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, സമയം പോകുന്നു. വളരെ ദീർഘമായ ഏതാണ്ട് 10 പ്രോജക്റ്റുകൾ ബിലായി മിഷനുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നിർവഹിക്കുവാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഈ പാത്താമുട്ടം മാർ ഡൈനീഷ്യസ് മെമ്മോറിയൽ ഈ സെൻറ്ററിൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണം, കേവലം വാക്കുകളിലല്ല. കാരണം അദ്ദേഹം ആർദ്രതയുടെ ഭാവമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കൊച്ചു പ്രോജക്റ്റ്, വലിയ പ്രോജക്റ്റ് ഒന്നും അല്ല, ഒരു 5 പേർക്ക് ഇപ്പം തുടക്കത്തിൽ അതിൻ്റെ സാമ്പത്തിക ലഭ്യത അനുസരിച്ച് പിന്നീട് വർദ്ധിപ്പിക്കാം. ഇപ്പം തുടക്കത്തിൽ ഏതാണ്ട് 5 പേർക്ക് ഒരു വർഷത്തേക്കുള്ള മെഡിക്കൽ എയ്ഡ് 12 മാസത്തേക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഏതാണ്ട് സ്വരൂപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതാദ്യമേ കൊടുക്കുകയാണ്, അതിനുശേഷം ലഭ്യതയനുസരിച്ച് അത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത് ഗോൾഡൻ ജൂബിലി. ബിലയിനായി ഞാനൊരു ആശ്രമ സന്യാസ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്നയാളാണ്. 15-ാമത്തെ വയസ്സിൽ പത്തനാപുരം താബോർ ദേറായിൽ കാലം ചെയ്ത പുണ്യശ്ലോകനായ മാർത്തോമാ ദീവന്നാസ്യൂസ് തിരുമേനിയാൽ 15 വയസ്സിൽ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചയാളാണ്. എന്നെ മദ്ബായിൽ പ്രവേശിക്കുന്ന കൈവപ്പ് മുതൽ മെത്രാപ്പോലിത്ത സ്ഥാനം വരെ നൽകി എന്നെ അനുഗ്രഹിച്ചത് പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനിയാണ്. അതുകൊണ്ട് ഒരാശ്രമ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് മിഷനുമായിട്ട് കാര്യമായ ഒരു അടുപ്പവും ഒടപ്പവും ഒന്നുമില്ലായിരുന്നു. എന്നാൽ 2009 കൽക്കട്ട ബിലായ് മിഷന്റെയും കൽക്കട്ട ഡയസിസിന്റെയും മെത്രാപ്പോലിത്തയായിട്ട് ചെന്നപ്പോൾ മിഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി മിഷ്യോളജിയിൽ MTH ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ജ്ഞാനവും അവിടെ ഏതാണ്ട് 12 വർഷത്തോളം മിഷൻ മേഖലയിലുള്ള ബലീനായ എൻ്റെയും എന്നോട് കൂടിയുള്ള ബിലായിലെ എല്ലാ അച്ഛന്മാരെ, ഇവിടെ നിന്ന് വിൽക്കുന്ന PT തോമസ് അച്ഛനുണ്ട്, ജോർജ് മാത്യു റമ്പാച്ചനുണ്ട്, അതുപോലെ ഫിലിപ്പ് കുരുളെ അച്ഛനുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടായ ശ്രമം കൊണ്ട് വലിയ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രിസ്തീയ സഭയ്ക്ക്, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക്, മിഷന് ക്രിസ്തീയ സഭയ്ക്ക് ഒരു മുഖം കൊടുക്കുവാൻ നോർത്ത് ഇന്ത്യയിൽ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമാണ്. ബലഹീന ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല മാർഗങ്ങളെ കണ്ട് പഠിച്ച് അദ്ദേഹത്തിൻ്റെ പിൻപേ യാത്ര ചെയ്യുവാനും അദ്ദേഹം ആരംഭിച്ച മിഷൻ പ്രവർത്തനങ്ങളെ എൻറിച്ച് ചെയ്യുവാനും പുതിയത് ഒരുപാട് ബലഹീനായ എൻ്റെ നേതൃത്വത്തിൽ, അവിടെയുള്ള അച്ഛന്മാരും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സമാരംഭിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. കുവൈറ്റ് കൽക്കട്ട ഡയോസിസിന്റെ കീഴിലാണ്. കുവൈറ്റ് ഒരുപാട് കൈത്താങ്ങൽ തന്നിട്ടുണ്ട്. തിരുമേനിയുടെ സമയത്ത് 2 പള്ളികളെ ഉള്ളായിരുന്നു. ഞാൻ അവിടെ ചുമതലയേറ്റതിന് ശേഷം 2 പള്ളികൾ കൂടെ അവിടെ സമാരംഭിച്ചു. അരുണാചലിൽ പള്ളിയില്ലായിരുന്നു, പുതിയ പള്ളി ആരംഭിച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിളിച്ചു പറയുവാൻ ഇവിടെ ഈ സമയം എടുക്കുന്നില്ല. അപ്പം എന്നോടും മിഷൻ മേഖലയിൽ എന്നോട് കൈത്താങ്ങായിട്ട് തന്ന് പ്രവർത്തിച്ച വൈദികരും അവിടെയുള്ള അൽമായക്കാരും പ്രവർത്തകരെയും ഒക്കെ ഈ സമയം ഞാൻ ഓർക്കുന്നു. ബിലായിൽ വളരെ ദീർഘമായ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതും ഇത് ഒരു കൊച്ചു പ്രോജക്റ്റും കൂടെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഒരു വാക്ക്, കാരണം ഞാനിതിൻ്റെ ഒരു ചുമതലക്കാരൻ എന്ന രീതിയിൽ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ കൃത്യവിലോപമാവും. മാർത്തോമാ മെത്രാപ്പൊലിത്തായെ കുറിച്ച് എനിക്ക് അദ്ദേഹം എന്നെ അറിയത്തില്ലെങ്കിലും ഞാൻ പണ്ട് മുതലേ അദ്ദേഹത്തെ കാണുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് അറിയാം. ദൂരെയും അടുത്തും ഒക്കെ നിന്ന് അദ്ദേഹത്തെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻസിയുടെ, സുതാര്യതയുടെ, ഋജുത്വത്തിൻ്റെ, ഡിപ്ലോമസി ലേശമില്ലാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ മാർത്തോമാ മെത്രാപ്പൊലിത്തയെ കാണുന്നത്. കാരണം ഞാൻ അത് തന്നെ മനസ്സിലാക്കി. രാത്രിയിൽ
ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചത് മാത്രമേ ഉള്ളൂ. തിരുമേനി ഇങ്ങനൊരു കാര്യമുണ്ട്, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഡിപ്ലോമസിയോ ചടപെടാലിറ്റിയോ ഒന്നും കാണിക്കാതെ ഓക്കെ തിരുമേനി എന്ന് പറഞ്ഞ് എനിക്ക് ഇതിന് അദ്ദേഹം എൻ്റെ ക്ഷണം സ്വീകരിച്ചു. ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല എല്ലാ ക്രിസ്തീയ സഭയ്ക്കും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭയുടെയും ഒരു നല്ല മുഖമായി, സഭാ നേതൃത്വത്തിൻ്റെ മുഖമായി ഞാൻ കാണുന്നു. അദ്ദേഹത്തോട് ഒരുപാട് കടപ്പെട്ടവനാണ് ഞാനെന്ന് ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ദിയസ്കോറോസ് തിരുമേനിയെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച്, തിരുമേനി പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് പട്ടമേറ്റവരാണ്. ഒരുമിച്ച് ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് 5-6 മാസം ഒരുമിച്ച് ഞങ്ങൾ ജീവിച്ചവരാണ്. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു അകൽച്ചയൊന്നുമില്ല. തിരുമേനി എൻ്റെ ഒരു ഏറ്റവും അടുത്ത സ്നേഹിതനും ഒരു അഭ്യുതകാംക്ഷിയുമാണ്. തിരുമേനി വലിയ വ്യക്തിത്വമാണ്. തിരുമേനി സെമിനാരിയിലെ പ്രൊഫസർ, എത്യോപ്യയിലെ സെമിനാരിയിലെ പ്രൊഫസർ ഒക്കെ ആയിരുന്നു. ഒരുപാട് കഴിവുള്ള, ഒരുപാട് നേതൃത്വ പാഠവുമുള്ളതാണ്. അദ്ദേഹം ഭദ്രാസനത്തിനും സഭയ്ക്കും ഒക്കെ ഒരു മുതൽക്കൂട്ടാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിനോട് ഞാൻ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം ഉമ്മനച്ചന് ഈ സെന്ററിൻ്റെ ഒക്കെ ചുമതലക്കാരനാണ്. അച്ഛൻ ഇന്ന് കോവിഡ് ആയതുകൊണ്ടാണ് വരാഞ്ഞത്. അച്ഛൻ ഇച്ചിരി അസ്വസ്ഥത, ശാരീരികമായിട്ട് ഇച്ചിരി പരിമിതിയുള്ള ആളാണ്. അദ്ദേഹമാണ് ബിലായ് മിഷന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലും അവിടെ ക്രിസ്ത്യൻ കോളേജും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ ശില്പിയാണ് അച്ഛൻ. അച്ഛൻ ഇവിടെ വന്നില്ല എങ്കിലും ഇതിൻ്റെ പിൻപിൽ നിന്ന് ഇതിൻ്റെ എല്ലാ ഓർഗനൈസിങ്ങും ചെയ്തത് അച്ഛനോടും ഡോക്ടർ മണ്ണമൂട് സാറും കൂടെ ചേർന്നാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്. ഡോക്ടർ മണ്ണമൂട് സാർ എൻ്റെ ഒരു ഉറ്റ സ്നേഹിതനാണ്. ഞാൻ ഇവരെ രണ്ടുപേരെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഫിലിപ്പ് കുരുളെ അച്ഛന് എൻ്റെ ഈ പുസ്തകം ഞാനൊക്കെ എഴുതി എല്ലാം ചെയ്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ISPCക്കുമായിട്ട് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല, അപ്പം അച്ഛന് ഇച്ചിരി അടുപ്പമൊക്കെ ഉണ്ട്. അച്ഛൻ ആ പുസ്തകം അത് പ്രസിദ്ധം ചെയ്യുവാൻ തക്കവണ്ണം, പബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം എനിക്കൊരുപാട് കൈത്താങ്ങ് ഹെൽപ്പ് തന്നു പബ്ലിഷ് ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് ഫിലിപ്പ് കുരുളെ അച്ഛന് ബാംഗ്ലൂരിൽ നിന്ന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന, ഇതൂടെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് അച്ഛൻ വെയിറ്റ് ചെയ്താ. അച്ഛനോടും സ്നേഹം അറിയിക്കുന്നു. മലങ്കര ഷാജി ഇനി മുതൽ ഞാൻ ഈ മലങ്കര ഷാജി എന്ന് ടൈറ്റിൽ കൊടുത്തത് കുവൈറ്റിൽ വെച്ച് ഞാനാണ്. അപ്പോൾ പുതിയൊരു ടൈറ്റിലൂടെ അദ്ദേഹത്തിന് ഇപ്പം വന്നു ചേരുക. മലങ്കര ഷാജി എന്ന് ഞാൻ അന്ന് പേര് കൊടുത്തു. ഇന്ന് മലങ്കര ഷാജി എന്ന് വിളിക്കപ്പെടുന്ന ഒലിവ് ഷാജി എന്ന് ഒരു പക്ഷെങ്കിൽ ഇനിയും മുതൽ അദ്ദേഹം അറിയപ്പെടും. ഷാജിയോടും ഒക്കെ പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. അതുപോലെ പോൾ വർഗീസ് ഇവിടെ ഈ അധ്യക്ഷവേദിയിലിരുന്ന ബഹുമാനപ്പെട്ട പോളച്ചൻ്റെ ജ്യേഷ്ഠ മകനാണ്. കുവൈറ്റിലെ അഹമ്മദി പഴയ പള്ളിയുടെ ട്രസ്റ്റിയാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട മകനെ പോലെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഇവിടെ വന്നു. ഞാൻ ഇനി ആരുടെയൊക്കെ ഒരുപാട് പേരുടെയൊക്കെ പേര് പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് ഏതെങ്കിലും തലത്തിൽ ഇവിടെ ഈ മീറ്റിങ്ങുമായി സംബന്ധിക്കുകയും ഈ പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്തവരെയൊക്കെ ഇതിൻ്റെ ഒരു എളിയ ചുമതലക്കാരൻ, പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ സമയത്ത് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ കൊച്ചു പ്രോജക്റ്റ് 5 പേർക്ക് 1 വർഷത്തേക്ക് തുടക്കത്തിൽ ഒരു മെഡിക്കൽ എയ്ഡ് നൽകുന്ന ഈ കൊച്ചു പ്രോജക്റ്റ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തേവോദോസിന് വേണ്ട മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് മൊറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് തുതിയൻ ബാവായുടെ നിത്യസ്മരണയ്ക്കായിട്ട് ഈ പ്രോജക്റ്റ് ഇവിടെ ഇന്ന് തുടങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ ഉപസംഹരിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പാത്താമുട്ടം ശ്ലീബ പള്ളി സഹവികാരി റെവറൻഡ് ഫാദർ കുര്യാക്കോസ് പി തോമസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിനന്ദനായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത, അഭിനന്ദനായ ജോസഫ് മാർ ദിവനാസിയോസ് തിരുമേനി, യുഹാനൻ മാർ ദിയസ്കോറസ് തിരുമേനി, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ സമാധാര്യരായ സഹോദരങ്ങളും ഇതിൻ്റെ പ്രവർത്തനത്തിൽ അതീവ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളുമേ, നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം.
തീർച്ചയായും അഭിവന്യ ദിവനാസ്യോസ് തിരുമേനി അതിൻ്റെ ഭാരം എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് നന്ദി പറയുക എന്നുള്ളതിൻ്റെ കർത്തവ്യം വന്നു വീണത് സ്ലീബാപ്പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എബ്രഹാം വാഴക്കലച്ഛൻ ഇല്ലാത്തതിൻ്റെ ആ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. തീർച്ചയായും മിഷൻ സെൻ്ററും സ്ലീബാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം അഭ്യന്തര ദിയസ്കോറോസ് തിരുമേനി ആമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനിക്ക് ജന്മം കൊടുത്ത ദേശം, ജന്മം കൊടുത്ത ഇടവക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഗുരുവായിരുന്ന MC കുര്യാക്കോസ് റമ്പാച്ചൻ അന്തി ഉറങ്ങുന്ന മണ്ണാണ് ഈ മണ്ണ്. ഇവിടെ നിന്നാണ് മലങ്കരയുടെ ഉത്തരേന്ത്യൻ ദിശകളിലേക്ക് കണ്ണുകൾ ഓടിക്കുവാൻ തക്കവണ്ണം തേവോദോസിയോസ് തിരുമേനിക്ക് ലഭിച്ച എല്ലാ ഊർജവും ഈ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ആ മണ്ണിൽ നിന്നുകൊണ്ട് സ്ലീബാ പള്ളിക്ക് ഈ മിഷൻ സെൻ്ററിനോടുള്ള ബന്ധം, ഈ മിഷൻ സെൻ്ററിനോടും കൽക്കട്ട ഡയോസിസിനോടും അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളോടുള്ള എല്ലാ സ്നേഹവും, പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ഓരോരുത്തരോടും നന്ദിയും സ്നേഹവും അറിയിക്കുക എന്നുള്ളത് സ്ലീബാ പള്ളിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. തീർച്ചയായും ഇവിടെ ഓരോ നിമിഷങ്ങളും, ഇവിടെ നടക്കുന്ന ഓരോ മഹത് കർമ്മങ്ങളും ഈ പാത്താമുട്ടം ദേശത്തെ സംബന്ധിച്ച്, ഇടവകയെ സംബന്ധിച്ച്, മിഷൻ സെൻ്ററിനെ സംബന്ധിച്ച് ഈ ദേശത്തെ ഏക ധന്യമാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മഹത് കർമ്മങ്ങൾ പല കാര്യങ്ങളാണല്ലോ നടന്നത്. ഈ മിഷൻ സെൻ്ററിൻ്റെ കൂദാശ ചെയ്തത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. സ്ലീബാ പള്ളി കൂദാശ ചെയ്തതും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഇതിൻ്റെ രണ്ടിനും പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും പരിശുദ്ധ ബാവ തിരുമേനി അനുസ്മരിക്കുക എന്നുള്ളതും ഓർക്കുക എന്നുള്ളതും ഈ ദേശത്തെ സംബന്ധിച്ച് കടപ്പാടാണ്. ആ പരിശുദ്ധ പിതാവിന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ വെല്ലുവിളികളെയും വളരെ പക്വതയോടുകൂടെ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായോടുള്ള സ്നേഹവും പേരിലുള്ള നന്ദിയും സ്നേഹവും പിതാവിൻ്റെ തൃക്കരങ്ങളിൽ അർപ്പിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ സെൻ്ററിലേക്കും എല്ലാം പ്രവർത്തനങ്ങളിലേക്കെല്ലാം എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും സ്വാഗതവും എല്ലാം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മിഷൻ സെൻ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് അഭിവന്യനായ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത അഭിവന്യനായ സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ പിൻഗാമി, ഭിലായ് മിഷന്റെ തുടർന്നുള്ള ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ ഊർജ്ജസ്വമാക്കുന്ന അഭിവന്യനായ ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനിയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ആധികാരികമായി പറയാനും എല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നതെല്ലാം തിരുമേനിയാണ്. തിരുമേനിയുടെ പ്രവർത്തനങ്ങളെല്ലാം മലങ്കര സഭയ്ക്ക് ഏറ്റവും ശക്തവും അതിൻ്റെ ഓരോ കെട്ടുകളെയും ഉറപ്പിക്കുന്നവയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും, പ്രത്യേകിച്ച് തിരുമേനിയുടെ പുസ്തകം ഹാൻഡ് ബുക്ക് ഓൺ ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് എന്ന ബുക്ക് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തു. അതിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായി സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനും MTH മിസിയോളജി കഴിഞ്ഞ ആളാണ്. തീർച്ചയായും എൻ്റെയും ഗവേഷണ പ്രബന്ധത്തിൽ തേവോദോസിയോസ് തിരുമേനിയുടെ ഇന്ത്യൻ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ എടുക്കാവുന്ന ചില മിഷൻ മോഡൽസിനെ തീർച്ചയായും ഞാനും കൂടെ അതിൽ നിന്ന് ഒത്തിരി കടമെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ചില കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാനും കാണാനും വായിക്കാനും ഒക്കെ അതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ എടുക്കുവാനും സാധിച്ചു എന്നുള്ളത് ഈ നിമിഷം ഒരു നിയോഗമായിട്ട് കാണുകയും ചെയ്യുകയാണ്. അഭിവന്യ ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനിക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും, പ്രത്യേകിച്ച് മുമ്പോട്ടും കൂടുതൽ പുസ്തകങ്ങൾ തിരുമേനിയുടെ ചിന്തകളിൽ നിന്നും വായനകളിൽ നിന്നും മലങ്കര സഭയ്ക്ക് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ എല്ലാം പിതാവും ഗുരുവും ഒക്കെയായ, പ്രത്യേകിച്ച് സുന്നോദോസിൻ്റെ സെക്രട്ടറിയായ അഭിവന്യ യുഹാനൻ മാർ ദിയസ്കോറോസ് തിരുമേനി ഈ ദേശവുമായിട്ട് അത്ര അപരിചിതനല്ല. അടുത്ത സമയത്തും അഭിവന്യനായ MC കുര്യാക്കോസ് റമ്പാച്ചൻ്റെ ഓർമ്മയ്ക്ക് പള്ളിയിൽ വന്ന് ബലിയർപ്പിക്കുകയും ഈ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തിരുമേനി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സജീവമായും വളരെ സുതാര്യമായും എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പിതാവാണെന്ന് നിങ്ങൾക്കറിയാം. തിരുമേനിയോടുള്ള എല്ലാ സ്നേഹവും കടപ്പാടും ഈ മിഷൻ സെൻ്ററിന് വേണ്ടിയും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്ക് വേണ്ടിയും സ്ലീബാ പള്ളിക്ക് വേണ്ടിയും തൃപ്പാദത്തങ്കൽ അർപ്പിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോർജ് മാത്യു റമ്പാച്ചനെ നേരത്തെ മുതലേ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തേവോദോസിയോസ് തിരുമേനിയുടെ ആ മിഷൻ പദ്ധതികളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാൻ അതിനു വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ തക്കവണ്ണം എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്ന റമ്പാച്ചൻ്റെയും മുമ്പോട്ടുള്ള ജീവിത പ്രയാണത്തിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മിഷനിൽ വേണ്ടതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം പ്രാപ്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും
എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും റംബാച്ചൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് കുരുവിള അച്ഛനെ ചെറുപ്പകാലം മുതലേ മാറി നിന്ന് പരിചയം നേരിട്ടില്ലെങ്കിൽ പോലും അച്ഛൻ്റെ ക്ലാസ്സുകളും തേവദോസ്യൂസ് തിരുമേനിയിൽ നിന്ന് ലഭിച്ച ആ ഒരു ഊർജത്തിലും മിഷന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ പരിധികൾക്കപ്പുറത്തേക്ക് കണ്ണുകളെ നോക്കിയിരിക്കുന്ന മലങ്കര സഭയിലെ ഒരു പ്രധാന വൈദികനാണ് ഫിലിപ്പ് കുരുവിള അച്ഛൻ. അത് മാറ്റി നിർത്താൻ ഒരുപക്ഷെ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. കൂടുതലായി ഞങ്ങളെയൊക്കെ ഊർജ്ജസ്വലരാക്കുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ ഊർജ്ജസ്വലരാക്കുന്ന ഒരു വന്യനായ അച്ഛനാണ്. അച്ഛൻ ട്രാൻസ്ജെൻഡർ പോലെയുള്ള സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവരുടെ ആത്മീയതയും അവരുടെ ഇവിടെയുള്ള റോളും എന്താണെന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഫിലിപ്പ് കുരുവിള അച്ഛനെ, ഷാജി എബ്രാഹാം, ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഈ മിഷൻ സെന്ററിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ബിജി, അതുപോലെ ഇന്ന് സാന്നിധ്യം കൊണ്ട് രണ്ടുപേര് പുറകിലിരിപ്പുണ്ട്. അഹമ്മദി പള്ളിയിലെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട പോൾ വർഗീസ്, അതുപോലെ തഴക്കര സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന, അതുപോലെ മുൻ കൽക്കട്ട ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരിക്കുന്ന PT തോമസ് അച്ഛൻ, ഇവരൊക്കെ ഈ മിഷൻ പ്രവർത്തനങ്ങൾക്കും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അവരുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ഈ തരത്തിൽ പ്രത്യേകിച്ച് മറ്റുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ കൽക്കട്ട ഡയോസിസായിട്ടും മിഷൻ പ്രവർത്തനവുമായിട്ടും വന്നു ചേർന്ന എല്ലാവരോടുമുള്ള ഇതിൻ്റെ പ്രവർത്തിക്കുന്ന അല്പമായോ അധികമായോ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് തിരുമേനിയുടെ ഈ പുസ്തക പ്രകാശനവുമായി എല്ലാം ബന്ധപ്പെട്ട ആ കാര്യങ്ങളിലെല്ലാം ഏറ്റവും താല്പര്യമെടുത്ത ജേക്കബ് മണ്ണുമൂട് സാറിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. സാറിനോടുമുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വേണ്ട എല്ലാ നിർദ്ദേശവും എല്ലാം ചെയ്ത മണ്ണുമൂട് സാറിനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. മറ്റ് ഇതിൻ്റെ പ്രവർത്തകരായ ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് അഭിയന്യ തിരുമേനിമാരുടെ കൂട്ടത്തിൽ വന്നവരുണ്ട്. ബഹുമാനപ്പെട്ട അഭിയന്യനായ മർദ്ദ മെത്രാപ്പൊലീത്തായുടെ ചാപ്ലൈനായി സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ബ്ലസനച്ചൻ ഇവിടെ ഉണ്ട്. അച്ഛനെ പ്രത്യേകം എല്ലാവിധമായ നന്ദിയും സ്നേഹവും അച്ഛനെ അറിയിക്കുന്നു. മറ്റുള്ള എല്ലാ ഇതിൻ്റെ സ്ലീബ പള്ളിയോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ അല്പമായോ അധികമായോ എല്ലാം പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഇതിപ്പം കോവിഡിൻ്റെ പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ടാണല്ലോ ഈ സദസ്സ് വളരെ ചുരുക്കമായത്. അതിനപ്പുറം എല്ലാം ഇവിടെ സദസ്സ് വലുതായിരുന്നു. എങ്കിലും ഓൺലൈനിലൂടെ അതിൻ്റെ മീഡിയ വിങ് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പ്രവർത്തകരോട്, ഇതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരോടുമുള്ള, അതിൻ്റെ എല്ലാ മീഡിയ പ്രവർത്തകരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഇവിടെ വളരെ ചുരുക്കമുള്ളെങ്കിലും ഇത് കാണുന്ന അനേകരുണ്ടല്ലോ. ആ മലങ്കര സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള, പ്രത്യേകിച്ച് വിദേശത്തുള്ള എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും എല്ലാവരെയും അറിയിക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ മിഷൻ സെന്ററിന് വേണ്ടിയും അതിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയും സ്ലീബ പള്ളിക്കും അതിൻ്റെ വികാരി, അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.